ഈ പുസ്തകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പഠിച്ചിട്ടും ഇതിൻ്റെ അകത്തൊരിടത്തും മതം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചോ മതത്തിൽ ചേർക്കുന്നതിനെക്കുറിച്ചോ മതം മാറ്റുന്നതിനെക്കുറിച്ചോ അങ്ങനെ മതമെന്ന പേരിൽ യാതൊന്നും പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. പിന്നെ എന്താണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പുസ്തകം ലോകത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിനെ അറിയണം. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രഖ്യാപനം. എത്ര മനോഹരമായിരിക്കുന്നു! മതം പഠിപ്പിക്കാത്ത പുസ്തകം. മതം തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് ചെറിയ പ്രായം മുതൽ പഠിച്ചു വളർന്ന പശ്ചാത്തലത്തിൽ നിന്നും മതത്തെക്കുറിച്ചൊന്നും പഠിപ്പിക്കാത്തൊരു പുസ്തകം കരങ്ങളിൽ ലഭിച്ചപ്പോൾ ഏറെ സന്തോഷമുണ്ടായി. എന്നിട്ടും നാട്ടുകാർ പറയുന്നത് നമ്മൾ മതം മാറ്റുന്നവരാണ് എന്നാണ്. അങ്ങനെയല്ലേ പറയുന്നത്? മതം മാറ്റുന്നു, മതത്തിൽ ചേർക്കുന്നു എന്നൊക്കെയാണ്. ഈ അടുത്ത കാലത്തൊരു ചേച്ചി അങ്ങനെ പറഞ്ഞു. ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വന്നിട്ട് ചേച്ചി പറഞ്ഞു, പെന്തക്കോസ്ത് ഉപദേശിമാരെ സൂക്ഷിക്കണം, അവർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു എന്ന് ചേച്ചി പറഞ്ഞു. ഞാൻ ഈ ചേച്ചിയെ കഴിഞ്ഞ ആഴ്ച ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. സംസാരിച്ചൊരു സെൽഫി എടുത്തു. അതൊക്കെ വേറെ ആശയം വേറെ. പക്ഷേ നമ്മൾ കാണുമ്പോൾ സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ, ചേച്ചി പറഞ്ഞു, പെന്തക്കോസ്ത് ഉപദേശിമാർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു. അങ്ങനെ ആക്ഷേപമുള്ളവരാരെങ്കിലും ഈ ദേശത്തുണ്ടെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഞങ്ങൾ ആരെങ്കിലും 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ആരെങ്കിലും മതം മാറ്റുന്നു എന്ന ആക്ഷേപം നിങ്ങൾക്കുണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചും കൊണ്ടുപോയാൽ മതി. വളരെ സിമ്പിളാണ്. 500 രൂപയ്ക്കും കഞ്ഞിയും പയറിനും ആരെങ്കിലും ഇങ്ങോട്ട് വന്നെങ്കിൽ നിങ്ങളൊരു മുഴുത്ത കോഴിക്കാലും 1000 രൂപയും കൊടുത്ത് അവരെ തിരിച്ചും കൊണ്ടുപോകണം. ഇനി വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫർ ഞാൻ ഈ ദേശത്ത് തരാം. ഈ സ്ഥലത്തിൻ്റെ പേര് ചാമപ്പാറ ആയിക്കോട്ടെ. ഈ ദേശത്തിനൊരു സ്പെഷ്യൽ ഓഫർ തരാം. ഈ പന്തലിൻ്റെ അകത്ത് കുറേ ആളുകൾ ഇരിപ്പുണ്ട്, കണ്ടോ? ഈ പന്തലിൻ്റെ അകത്തിരിക്കുന്ന ആളുകളിൽ കുറേ ആൾക്കാരെ, എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾക്കൊരു കോഴിക്കാലോ 1000 2000 കൊടുത്ത് ഇതിനകത്തിരിക്കുന്ന കുറേ പേരെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഞങ്ങളൊരു ഓഫർ തരുന്നു, നിങ്ങൾ കൊണ്ടുപോക്കോ. അതിൻ്റെ പേരിൽ നാളെ ഈരാറ്റുപേട്ടയിൽ ഹർത്താലില്ല, ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, ഒറ്റ ചില്ല് ഞങ്ങൾ പൊട്ടിക്കത്തില്ല, മുണ്ടും മടക്കൂ തെറി വിളിക്കത്തില്ല, സമരത്തിനിറങ്ങത്തില്ല. കാരണം അങ്ങനെയുള്ള ആരെങ്കിലും കഞ്ഞിക്കും പയറിനും വന്നിട്ടുണ്ടെങ്കിൽ അവർ പോണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും ഈ പന്തലിൽ നിന്ന് വരുന്നെങ്കിൽ പിടിച്ചോണ്ട് പോകരുത്, വരുന്നെങ്കിൽ കൊണ്ടുപോകാം. പക്ഷെ അത് കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് ശേഷിക്കും. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തേലോട്ട് കത്തിവെച്ചിട്ട് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകനാമമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ട് ആ തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങി തിരിച്ചതല്ല. മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. ആ സത്യം തിരിച്ചറിഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാണ്. അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലൊക്കെ ചില സംഘിക്കുട്ടന്മാര് ഉപദേശിമാരെ പച്ചയ്ക്ക് കത്തിച്ചിട്ടും പെട്രോൾ ഒഴിച്ചിട്ടും ജീവൻ പണയം വെച്ചിട്ടും അവർ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാതെ ഇന്നും സുവിശേഷ വേലയുടെ മുഖത്ത് നിൽക്കാൻ കാരണം ഇവിടെ അവസാനിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നവൻ യേശുക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിയത്. മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് മതം പഠിപ്പിക്കാത്തൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. പിന്നെ ചില ആളുകൾ പറയും, എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ ഈ പെന്തക്കോസ്തിലേക്ക് പോകുന്നത്? അപ്പം ചില ആളുകൾ പറയും, അത് അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പോകുന്നതാണെന്ന്. കണ്ടോ, ഒരു പന്തൽ നിറയെ അമേരിക്കക്കാരെ കണ്ടോ? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. ഇതിൻ്റെ അകത്തിരിക്കുന്ന പലർക്കും അടുത്ത മാസത്തെ വാടക എങ്ങനെ കൊടുക്കുമെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. കറണ്ട് ബില്ല് അടച്ചില്ലല്ലോ ദൈവമേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. എന്നാലും കേൾക്കാനൊരു സുഖമാണ് അമേരിക്കക്കാരെന്നൊക്കെ പറയും അല്ലേ? ഇരിക്കട്ടെന്ന്, കേൾക്കാനൊരു സുഖമല്ലേ? അപ്പോൾ ആളുകൾ ഇങ്ങനെ ആക്ഷേപം പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ പോകുന്ന അങ്ങനെ പോകുക. ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. പിന്നെ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നത്? അതിൻ്റെ ഉത്തരമാണ് ഇന്ന് രാത്രി നമ്മൾ ദേശത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ബൈബിൾ ഞാൻ വായിക്കാൻ തുടങ്ങി, പറഞ്ഞല്ലോ. ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ വിഷയങ്ങൾ, ഈ വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ വിഷയങ്ങൾ എന്താണെന്ന് ശാന്തമായി ഞാൻ ഈ ദേശത്തോട് ഒന്ന് പറയാൻ പോവുകയാണ്. നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഈ പുസ്തകം വായിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ബൈബിൾ ആരംഭിക്കുന്നു. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ ആരംഭം കുറിക്കുന്നു. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പണ്ട് കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ തലച്ചോറിൻ്റെ അകത്തിരുന്നത് ഭൂമി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറഞ്ഞു പൊട്ടിത്തെറിച്ചുണ്ടായി, ചില ആളുകൾ പറഞ്ഞു സ്വയം പൂവായി എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ വേദപുസ്തകം പഠിച്ചപ്പോൾ മനസ്സിലായി, സൃഷ്ടിച്ചൊരു സൃഷ്ടാവ് ഇതിൻ്റെ പിന്നിലുണ്ട്.
തീർച്ചയായിട്ടും പൊട്ടിത്തെറിച്ചുണ്ടായെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ദീപാവലിക്ക് പിള്ളേർ പടക്കം പൊട്ടിക്കാറുണ്ട്. ചില വികൃതി പിള്ളേർ അതിൻ്റെ പുറത്തൊരു ചിരട്ട കമഴ്ത്തി വെക്കാറുണ്ട്. ചിരട്ട പൊട്ടിത്തെറിക്കുമ്പോൾ കാണുന്ന മതിലേലും മരത്തേലും ഒന്നും അടുക്കടുക്കായി ഡിസൈനായി വന്ന് ഒട്ടിയിരിക്കാറൊന്നുമില്ല. പൊട്ടിത്തെറിച്ചാൽ പൊട്ടിത്തെറിച്ച് പോകത്തേ ഉള്ളൂ. ഭൂമി പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായെങ്കിൽ ഇന്ന് കാണുന്ന നിലയിൽ സൂര്യനും ചന്ദ്രനും ഭ്രമണപഥങ്ങളും സൗരയൂഥങ്ങളും വെയിലും മഴയും രാവും പകലും ഇതെല്ലാം കൃത്യമായ നിലയിൽ ഇങ്ങനെ അതിൻ്റെ കൺട്രോളിൽ പോകത്ത കാര്യം പൊട്ടിത്തെറിച്ച് പോകണ്ടേ? അപ്പോൾ പൊട്ടിത്തെറിച്ചുണ്ടായിട്ടില്ല. പിന്നെ സ്വയംഭൂവായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറയുക? മനോഹരമായ ഒരു സൗണ്ട് സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഉടമസ്ഥർ അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം, സഹോദര, ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുക, അത് പറഞ്ഞാൽ വലിയ രസമാണ് പാസ്റ്ററെ, എന്താ എന്നാൽ പറ കേൾക്കട്ടെ. ഒരു ദിവസം രാവിലെ ഞാൻ പല്ല് തേക്കാൻ ബ്രഷും എടുത്ത് പേസ്റ്റും എടുത്ത് നേരെ കഥ തുറന്ന് സിറ്റ് ഔട്ടിലേക്ക് നോക്കുമ്പോൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ് ഇത്രയും സൗണ്ട് സിസ്റ്റം. അതെങ്ങനെ? സ്വയംഭൂവായെന്ന്. അത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വന്നു. കാര്യം, ഒരിക്കൽ ഒരു പ്രഭാതത്തിൽ ഈ സൗണ്ട് സിസ്റ്റം തന്നെ ഉണ്ടാകത്തില്ലെങ്കിൽ, വേണ്ട സഹോദരിമാർ സാരിയിൽ കുത്തുന്ന ഒരു സേഫ്റ്റി പിന്ന് പോലും ഉണ്ടാക്കാൻ ഒരു കരം വേണം, തന്നെ ഉണ്ടാകത്തില്ല. അങ്ങനെയെങ്കിൽ ഒരു പ്രഭാതത്തിൽ ഈ കാണുന്ന അണ്ടകടാകം മുഴുവൻ സ്വയംഭൂവായി എന്ന് പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്നവന് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുമ്പോൾ തിരുവെഴുത്ത് വ്യക്തമാക്കി, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വളരെ ശ്രദ്ധിക്കണം, മനോഹരമായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ വായിക്കുന്നു, ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന ഒരു സൃഷ്ടാവിനെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. മനോഹരം, വളരെ മനോഹരമായിട്ടുണ്ട്. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിക്കുന്ന ദൈവത്തെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. അപ്പോഴെൻ്റെ ചിന്ത പോയത്, കന്നുകാലി ഉണ്ടാകട്ടെ, ഇടജാതി ഉണ്ടാകട്ടെ, മൃഗജാതി ഉണ്ടാകട്ടെ, പറവജാതി പറക്കട്ടെ എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറയുന്നില്ല. പിന്നെന്താ? നിലത്തെ പൊടി കൊണ്ട് ഒരു മനുഷ്യരൂപം നിർമ്മിക്കുന്നു, അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ളവനായി എന്ന് വായിക്കുന്നു. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച 1-2 ചിന്ത ഞാൻ ദേശക്കാരോട് പറയാം, ശ്രദ്ധിക്കൂ. ഒന്ന്, ഈ മൃഗജാലങ്ങളെ സൃഷ്ടിച്ച പോലെ മനുഷ്യനെ സൃഷ്ടിച്ചില്ല. പകരം ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ളവനായി. അങ്ങനെ ജീവനുള്ളവനായ മനുഷ്യനെ നോക്കി സ്വർഗത്തിലെ ദൈവം ഒരു എഴുത്ത് ഇങ്ങനെ എഴുതി, അങ്ങനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ചിന്തിക്കണം, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്താ ആ വാക്കിൻ്റെ അർത്ഥം? ചിന്തിക്കുമ്പോൾ ദൈവം തൻ്റെ ഫോട്ടോസ്റ്റാറ്റായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് വല്ലോ ആണോ? അങ്ങനെയാണെങ്കിൽ ദൈവം ആരെപ്പോലെ ഇരിക്കും? സായിപ്പിനെ പോലെ വെളുത്തിരിക്കുമോ, നീഗ്രോയെ പോലെ കറുത്തിരിക്കുമോ എന്ന് ചിന്തിക്കേണ്ടി വരും. പിന്നെന്താ ഈ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവത്തിൽ നിന്നും മനുഷ്യനിലേക്ക് പകരപ്പെട്ട ഒന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നു. എന്താണ്? മൃഗജാലങ്ങളിൽ നിന്ന്, കന്നുകാലികളിൽ നിന്ന്, പറവജാതികളിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഇരുകാലി മനുഷ്യന് ഒരു ലോട്ടറി ലഭിച്ചു. മനുഷ്യന് മാത്രം ലഭിച്ച ലോട്ടറി. ആ ലോട്ടറി എന്ന് പറയുന്നത് വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. മനുഷ്യന് മാത്രമേ ആ ബോണസ് ലഭിച്ചുള്ളൂ, മൃഗങ്ങൾക്ക് ലഭിച്ചില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ആരും കാർഡ് അടിച്ചുകൊണ്ട് വീട്ടിൽ വരാത്തത്. എടി സുമതി, വീട്ടിലെ പട്ടി അങ്ങ് ചത്തു, അടുത്ത ആഴ്ച 16 കേന്ദ്രമാണ്, ഇഡലി തിന്നാൻ വരണമെന്ന് കാർഡ് അടിച്ചുകൊണ്ട് ആരും വരാറില്ല. ക്രിസ്ത്യാനികൾ വരാറില്ല, ഞങ്ങളെ പശു അങ്ങ് ചത്തു അറിയാമേ, അതുകൊണ്ട് പള്ളിയിൽ അച്ഛനൊക്കെ വരുന്നുണ്ട്, പാട്ട് കുർബാനയ്ക്ക് നിങ്ങളും വരണമെന്ന് വിളിക്കാൻ വരാറില്ല. ഇസ്ലാമിക സൗരങ്ങൾ വിളിക്കാറില്ല, ഞങ്ങളുടെ എരുമ അങ്ങ് ചത്തു 11-ാം കത്തത്തിന് ചെമ്പ് പൊട്ടിക്കും ബിരിയാണി അടിക്കാൻ വരണമെന്ന് അവരും വിളിക്കാറില്ല. മൃഗങ്ങൾ ചത്തു കഴിഞ്ഞാൽ എടുത്ത് കുഴിച്ചിട്ട് വിഷയം തീർന്നു. പക്ഷേ മനുഷ്യൻ മരിച്ചാൽ ശേഷക്രിയ, മോക്ഷക്രിയ, അടിയന്തരം, പാട്ട് കുർബാന, കത്തം ഇതൊക്കെ നടത്തുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം മരിച്ചുപോയവനൊരു ആത്മാവുണ്ടെന്നും അതിന് മോക്ഷം ലഭിക്കണമെന്നും ജീവിച്ചിരിക്കുന്നവൻ്റെ തലയ്ക്ക് ബോധമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി വേണ്ട, വേറൊരു കാര്യം സിമ്പിളായി പറയാം. ഇവിടെ ഇങ്ങനെ ഒരു കൺവെൻഷൻ നടക്കുന്നു, ഈരാറ്റുപേട്ട ചർച്ച് കൊണ്ട് സെൻട്രൽ കൺവെൻഷൻ നടക്കുന്നു എന്ന വാർത്ത ഈ കസേരയിലിരിക്കുന്ന നിങ്ങൾ മനുഷ്യന്മാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളോ? അല്ല, ഇവിടുത്തെ മൃഗജാലങ്ങളൊക്കെ ഇത് കണ്ടും കേട്ടുമൊക്കെ ഇരിക്കുമല്ലേ? അല്ലേ? ഈ ഫ്ലക്സും ബാനറും, വഴിയെ പോയ പട്ടി തലപൊക്കി നോക്കി സുവിശേഷ യോഗം ഷമീർ കൊല്ലം, പട്ടിക്ക് എന്നെ പട്ടി അതിൻ്റെ പാട്ടിന് പോകുന്നു. കാക്ക പറന്ന് വന്ന് ഫ്ലക്സിലിരുന്നു, കുനിഞ്ഞു നോക്കി സുവിശേഷ യോഗം ഷമീർ കൊല്ലം, കാക്കയ്ക്കെന്ന കാക്ക അതിൻ്റെ പാട്ടിന് പോയി. ആട് കണ്ടു, പശു കണ്ടു, പോത്ത് കണ്ടു, എരുമ തലപൊക്കി നോക്കി ഫ്ലക്സ് വലിച്ച് കെട്ടിയേക്കുന്നു. എരുമയ്ക്ക് എരുമ്പോ, ചില എരുമയാണ് അത് കടിച്ചങ്ങ് ചില എരുമകൾ അങ്ങനെ കീറും. അതിനോട് പറയാൻ പറ്റും, എരുമ ഞങ്ങളുടെ യോഗത്തിൻ്റെ എരുമ കീറില്ല. ചില എരുമകൾ അങ്ങനെ കീറും. പക്ഷേ 6 മണിക്ക് കൊയർ പാട്ട് തുടങ്ങിയപ്പോൾ ഒറ്റ എരുമ പോലും ഇവിടെ വന്നിരുന്നില്ല, മനുഷ്യന്മാരെ ഇരുന്നിട്ടുള്ളൂ. ഈ കാണുന്ന തെങ്ങയിലൊക്കെ കാക്കയൊക്കെ കൂടി വെച്ചിരിപ്പുണ്ട്. അതൊന്നും പറന്ന് വന്ന് ഇവിടെ വന്ന് അധ്യക്ഷൻ തുടങ്ങി നമുക്ക് നേരത്തെ വന്നിരിക്കാമെന്നൊന്നും ഇരുന്നില്ല. കാര്യം, ദേഹം ദേഹി എന്ന ഘടകത്തിൽ മൃഗജാലങ്ങൾ അവസാനിക്കുമ്പോൾ മനുഷ്യനെന്ന് പറയുന്ന ഇരുകാലിക്ക് മാത്രം സർവശക്തനായ സൃഷ്ടാവ് ഒരു ബോണസ് കൊടുത്തു. വിലപ്പെട്ട ആത്മാവ്, എനിക്കും നിനക്കും ആത്മാവുള്ളവനായി ദൈവം സൃഷ്ടിച്ചു. മനസ്സിലായോ? അതുകൊണ്ടാണ് മനുഷ്യന്മാർ ശ്രദ്ധിക്കേണ്ടത്, ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവി അല്ല മനുഷ്യൻ. മരണത്തിൻ്റെ അപ്പുറത്ത് ഒരു ജീവിതമുണ്ട്.
കമ്പ്യൂട്ടർ പിള്ളേരോട് ഇതൊക്കെ പറഞ്ഞാൽ അവർ ചിരിക്കത്തല്ലേ ഉള്ളൂ, പിന്നാലെ പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആത്മാവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഉലകത്തിൽ ആദ്യമായൊരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. പേര് പറ ആദം. അടുത്ത ചിന്ത, സ്വർഗത്തിലെ സൃഷ്ടാവ്, പടച്ചവൻ, ഈശ്വരൻ, ദൈവം പറയുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉലക ചരിത്രത്തിൽ ആദ്യമായി വിവാഹം എന്ന് പറയുന്ന പവിത്രമായ ഒരു ബന്ധം സ്ഥാപിക്കുന്ന ദൈവത്തെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. ഉലകത്തിൽ ആദ്യത്തെ കല്യാണം. ചെറുക്കൻ്റെ പേര് നിങ്ങളെൻ്റെ കൂടെ വരണേ. ചെറുക്കൻ്റെ പേര് ആദം, പെണ്ണിൻ്റെ പേര് ഹവ്വ. കല്യാണം നടന്ന ഓഡിറ്റോറിയം ഏദൻ. കല്യാണം നടത്തിയ ഉപദേശി സെൻട്രൽ പാസ്റ്റർ അല്ല, യഹോവയായ ദൈവം. ആദ്യത്തെ കല്യാണം. ഓക്കെ. അപ്പോൾ ഇത് പറയുമ്പോൾ ചിലപ്പം കേൾവിക്കാർക്കൊരു ചിന്ത വരും, ഇങ്ങനെ എന്തോ പ്രസംഗിക്കുന്നത്, അവരുടെ ദൈവം ആദ്യമായിട്ട് കല്യാണം നടത്തി. ചെറുക്കൻ്റെ പേര് ആദം, പെണ്ണിൻ്റെ പേര് ഹവ്വ. പിന്നെ അതിനൊക്കെ 6 മാസം മുമ്പേ ഞങ്ങളുടെ ദൈവം നടത്തിയായിരുന്നു. എന്നാൽ പിന്നെ ആ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ പേരൊന്ന് കയറി ഒന്ന് പറ സ്റ്റേജ്. മൈക്ക് തരാം. അങ്ങനെ എന്തെങ്കിലും സൃഷ്ടിക്കപ്പെട്ട് കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും പഠിക്കണം. ഉലകത്തിൽ ഏത് ജാതി മതക്കാരനോടും ആദ്യത്തെ മനുഷ്യർ ആരാന്ന് ചോദിച്ചാൽ 2 പേര് ഇന്ന് വരെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ആദാമും ഹവ്വായും. അത് പറഞ്ഞത് ഈ പുസ്തകമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഉലകത്തിൽ ആദ്യത്തെ കല്യാണം. അപ്പം നിങ്ങൾ ചോദിക്കും, ചിലപ്പോൾ കേൾവിക്കാർ ചോദിക്കും, ഷമീറെ അതെന്താടോ താങ്കൾ ഈ ബൈബിൾ കിട്ടിയിട്ടാണോ ചരാചരങ്ങളെ സൃഷ്ടിച്ചതും കന്നുകാലിയെ സൃഷ്ടിച്ചതും പിന്നെ പർവ്വജാതിയെ സൃഷ്ടിച്ചതും മനുഷ്യനെ സൃഷ്ടിച്ചതും അവരെ ഒന്നിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചതും ഒക്കെ ഈ ബൈബിൾ കിട്ടിയിട്ടാണോ താങ്കൾ വായിച്ചത്? അതിന് മുമ്പ് താങ്കൾ ഈ മദ്രസയിൽ പോയെന്നൊക്കെയല്ലേ ഇപ്പോൾ മൈക്കിൽ കൂടെ പറഞ്ഞ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അകത്ത് സൃഷ്ടിപ്പിനെ കുറിച്ചും മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ചൊന്നും താങ്കൾ കണ്ടിട്ടുണ്ട്? വായിച്ചിട്ടുണ്ട്. പിന്നെന്തിനാ താങ്കൾ പിന്നെ അത് വിട്ടേച്ച് ഇതെടുത്ത് കാര്യമുണ്ട്? എന്താ? ഈ പുസ്തകം പറഞ്ഞതിന് ശേഷം ഏകദേശം 610 വർഷങ്ങൾക്ക് അപ്പുറത്താണ് ആ പുസ്തകം പറഞ്ഞത്. അതുകൊണ്ടാണ് അത് വിട്ടേച്ച് ഇതെടുത്തത്. ഇനി ഇതിന് 6 മാസം മുന്നേ പറഞ്ഞിട്ടുള്ളതുണ്ടെങ്കിൽ കൊണ്ടുവരാനാ പറയുന്നത്, നമുക്ക് പഠിക്കാം. മനസ്സിലായില്ല? എൻ്റെ പശ്ചാത്തലമുള്ള ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് വഴക്കിടാൻ പോകരുത്, അറിയാൻ വേണ്ടി ചോദിക്കണം. ഈ പുസ്തകം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന്, അവരുടെ പുസ്തകം എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിക്കണം. അപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു തരും ചരിത്രം. ഏത് ചരിത്രം? അവരുടെ ചരിത്രം. എന്ത് പറഞ്ഞു തരും? പ്രവാചകനായിരിക്കുന്ന നബി തിരുമേനി AD 570 സൗദി അറേബ്യയിൽ ജനിക്കുന്നു. 570 അദ്ദേഹത്തിന് 40 വയസ്സ് തൊട്ട് 63 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ കുറേശ്ശെയായിട്ട് നൽകപ്പെട്ടതാണ് ഈ ഗ്രന്ഥം എന്ന് പറയുന്നത്. അന്ന് എഴുതിയില്ല, എഴുത്തും വായന അറിയാത്ത മനുഷ്യൻ ഹൃദയത്തിൽ സംഭരിക്കുകയും പിന്നീട് കാലഘട്ടങ്ങൾക്ക് അപ്പുറത്താണ് അത് എഴുതിയത്. പോട്ടെ, ഏതായാലും 570 ജനിച്ചു. 40 വയസ്സ് 63 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ നൽകപ്പെട്ടു. 570 + 40 = 610. 610 വർഷം മുമ്പേ പുസ്തകം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ആക്ഷേപമൊന്നും പറഞ്ഞില്ലല്ലോ. അതിനു മുമ്പേ ഈ പുസ്തകം പറഞ്ഞു. അപ്പം ഈ പുസ്തകം പറഞ്ഞതിന് ശേഷമാണ് പുസ്തകങ്ങളെല്ലാം അത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ പുസ്തകം എടുത്തതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ബാക്കി പിന്നാലെ പറയാം. അപ്പോൾ അങ്ങനെ ആദ്യത്തെ കല്യാണം അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ കല്യാണം എങ്ങനെ നടന്നെന്നും കൂടെ ഒന്ന് പറയാമോ പാസ്റ്ററെ? പിന്നെന്താ പറയാലോ. ആദം എന്ന് പറയുന്ന ചെറുക്കൻ ഏദൻ തോട്ടത്തിൽ കിടന്നൊരു കാട്ടുമരത്തിൻ്റെ വള്ളി ഡിങ്കനെ പോലെ പറന്നുപോയി പൊട്ടിച്ച് ഹവ്വായുടെ കഴുത്തേലോട്ടിട്ട് മുറുക്ക്. ഇത് കണ്ട് ദൈവം അപ്പുറത്തോട്ട് മാറി എന്ന് 5-6 കൂവലൊക്കെ കൂകി മുറുക്കി എന്നാണോ? മിണ്ടുന്നില്ല. അങ്ങനെ വല്ല മുറുക്കിയോ? പറ. അങ്ങനൊന്നും മുറുക്കിയില്ല. അതാണ് പെന്തക്കോസുകാർ മുറുക്കാത്തത്. ഇനി ആരും ചോദിച്ചേക്കരുത്. ചിലർ ചോദിക്കുക, കറുത്ത ചരട് പോലും ഇല്ലയോടി? ഇല്ലെന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനൊന്നും മുറുക്കിയല്ല യോജിപ്പിച്ചെന്നായി പറഞ്ഞേ. മനസ്സിലായോ? പിന്നെ ആരാ ഭാഷ ഈ മുറുക്കെല്ലാം കണ്ടുപിടിച്ചത്? അത് ഈ ഇരുകാലം മനുഷ്യൻ കണ്ടുപിടിച്ചതാ മുറുക്ക്. അതെന്തിനാ? അവന് തോന്നുമ്പോൾ ഇത് പൊട്ടിച്ചിട്ട് ഓടി നടന്ന് മുറുക്കാൻ. ഇവനിങ്ങനെ തുണി മാറുന്ന പോലെ ഓടി നടന്ന് മുറുക്കണം. അതിനുവേണ്ടി അവൻ കണ്ടുപിടിച്ച ഏർപ്പാടാണ് മുറുക്ക്. പക്ഷെ ദൈവം യോജിപ്പിച്ച വിവാഹത്തിൽ അങ്ങനൊരു പരിപാടി ഇല്ല. തലേ കയറിയോ? ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. ഇത് ആവേശത്തിന് പറഞ്ഞല്ല, പുസ്തകത്തിലുള്ളതാ. പറഞ്ഞു തരാം. ദൈവം സാക്ഷിയായി ഈ ചെറുക്കൻ പെണ്ണിനോടൊരു ഉടമ്പടി ചെയ്യുക. ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം, ഒരു ഉടമ്പടി. ആ ഉടമ്പടിക്കകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു കുടുക്കുണ്ട്, ഒരു മർമ്മമുണ്ട്, ഒരു രഹസ്യമുണ്ട്. എന്താ രഹസ്യം? അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ഒരു ജീവിതം സാധ്യമല്ല. ഉണ്ടോ? ഇല്ല. ഇപ്പം ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ ശരീരത്തിൽ അസ്ഥിയുണ്ട്, മാംസമില്ല. പിള്ളേരെന്നെ പൊക്കിയെടുത്ത് ലാബിൽ കൊണ്ട് തൂക്കിയിടുകയല്ലേ പഠിക്കാൻ? അതെ, മാംസമുണ്ട്, അസ്ഥിയില്ല. എഴുന്നേറ്റ് ഇവിടെ നിവർന്ന് നിൽക്കുമോ? ഇല്ല. മാവ് കുഴച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കുക. അപ്പോൾ ഈ അസ്ഥിയും മാംസവും ഉള്ളപ്പോഴാണ് നിവർന്നു നിന്നിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതുപോലെ നിങ്ങളെല്ലാം കസേരയിൽ ഇരിക്കുന്നത് അല്ലേ? പക്ഷേ ഷമീർ കൊല്ലത്തിൻ്റെ അസ്ഥിയും മാംസവും തമ്മിൽ വേർപെടുന്ന ഒരു ദിവസം ഉണ്ടോ? ഇല്ലേ? ഷമീർ കൊല്ലത്തിൻ്റെ അസ്ഥിയും മാംസവും എല്ലാം വേർപെടുന്ന ഒരു ദിവസം ഇല്ലേ? ഉണ്ട്. എന്നാ അത് വേഗം പറ. എന്നെക്കാൾ സ്പീഡിൽ വാച്ച് വേഗം പറ. ആ മരണം
ഞാൻ മരിച്ചു, എൻ്റെ ഡെഡ് ബോഡി ഉണ്ട്, പെട്ടിക്കകത്താക്കി ഇതുപോലെ പന്തലൊക്കെ ഇട്ട് കൊണ്ടുവച്ച് നിങ്ങളെല്ലാം വന്നിങ്ങനെ ഇരിക്കും. നിങ്ങളെല്ലാം വരുമോ? എല്ലാവരും വരണം. അപ്പം നിങ്ങളെല്ലാം ഇങ്ങനെ വന്നിരുന്ന് പെട്ടിക്കകത്തൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി, ഇപ്പോൾ നമ്മുടെ പാസ്റ്റർമാരെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരുന്ന് ഒരു മൈക്കൊക്കെ എടുത്ത് പിന്നെ എന്നെക്കുറിച്ച് ഇവരങ്ങോട്ട് തള്ളി മറിക്കുക. ഈ കാലഘട്ടത്തിൻ്റെ പൗലോസായിരുന്ന ധീര പോരാളി എന്നൊക്കെ എന്നെക്കുറിച്ച് തള്ളും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വെക്കാവുന്ന പാര മുഴുവൻ വെച്ചേച്ച് ചാകുമ്പോൾ തള്ളാൻ വേണ്ടി ഒറ്റ പാസ്റ്റർമാരങ്ങോട്ട് വന്നേക്കരുത്. മനസ്സിലായോ? അല്ല, ഞാൻ പറയുന്നത് ഈ ഒരു നല്ല വാക്ക് പറയുന്നത് എപ്പോൾ പറയണം? ജീവിച്ചിരിക്കുമ്പോൾ പറയണം, ആ പാസ്റ്ററെ നന്നായിട്ട് ദൈവം അനുഗ്രഹിക്കും. നമുക്കൊരു സന്തോഷം, മുമ്പോട്ട് പോകാനൊരു ഊർജ്ജം, അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള ഭാരം മൊത്തം വെച്ച് ചാകുമ്പോൾ വന്ന് തള്ളുന്ന പരിപാടി ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ മരിച്ചു, എൻ്റെ ഡെഡ് ബോഡി വെട്ടിക്കകത്ത് വെച്ചു, കല്ലറെ കൊണ്ടുപോയി അടക്കം ചെയ്തു, ഉഴുന്നുവടയും ചായം കഴിച്ച് നിങ്ങളൊക്കെ പോയി മണിക്കൂറുകളൊക്കെ കഴിയുമ്പോൾ എൻ്റെ അസ്ഥിയും മാംസവും ഒക്കെ വേർപെട്ടും മണ്ണിൽ അലിഞ്ഞു ചേരുന്നത് മരണമെന്ന പ്രോസസ്സിലൂടെയാണ്. അങ്ങനെങ്കിൽ സർവശക്തനായ സൃഷ്ടാവ്, സ്വർഗത്തിലെ തമ്പുരാൻ പടച്ചവൻ ഭൂമിയിൽ സ്ഥാപിച്ച വിവാഹം വേർപെടുത്താൻ കഴിയുന്നത് മരണമെന്ന ഒറ്റ പ്രോസസ്സിലൂടെ മാത്രമേ സാധ്യമാകൂ. എന്ന് പറഞ്ഞാൽ ദൈവം യോജിപ്പിച്ചതിന് മരണത്താൽ അല്ലാതെ മനുഷ്യന് വേർപിരിക്കാൻ കഴിയാത്ത പവിത്രമായ ബന്ധമാണ് സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ സ്ഥാപിച്ച വിവാഹം. മനസ്സിലായോ? അല്ലാതെ ഇവിടുത്തെ തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾ പറയുന്ന പോലെ അടിച്ചു കളയടി അവൻ അല്ലെങ്കിൽ വേറൊരുത്തൻ. ഈ പരിപാടിക്കൊന്നും ദൈവം കൂട്ടു നിൽക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? കുടുംബജീവിതത്തിന് ദൈവസന്നിധിയിൽ പ്രാധാന്യമുണ്ടെന്നാണ് ഈ പറഞ്ഞത്. മരണത്താൽ അല്ലാതെ വേർപിരിക്കാൻ പറ്റത്തില്ല. അതാ ദൈവം സ്ഥാപിച്ച വിവാഹം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇത് മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഉള്ളിൽ ചിന്ത വന്നു, എന്താ ചാകുന്ന വരെ ഇതിനെയൊക്കെ ചുമക്കണമല്ലോ എന്നോർത്തപ്പോൾ ഇവൻ്റെ തലയ്ക്കകത്തൊരു ബുദ്ധി ഉദിച്ചു. എന്താ? ഈ മുറുക്കുക. എന്നിട്ട് പെണ്ണുങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ബന്ധം തീരുവെന്ന്. മനസ്സിലായോ? അപ്പോൾ ഇവനെ വേഗത്തിൽ എന്ത് ചെയ്യാം? ഇവന് വേണ്ടാത്തവൻ പൊട്ടിച്ച് കളഞ്ഞിട്ട് വേണ്ടടി എന്ന് പറഞ്ഞാൽ ഇവൻ അടുത്തത് മുറുക്കാം. അതിനുവേണ്ടി അവൻ കണ്ടുപിടിച്ച സൂത്രമാണ് മുറുക്ക്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞങ്ങൾ ഉപദേശിമാരുടെ അടുത്ത് ആരെങ്കിലും രണ്ടാം കെട്ടും പറഞ്ഞുകൊണ്ട് വന്നാൽ ഞങ്ങൾ ഓടിക്കും. ഡൈവേഴ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ ഓടിക്കും. അത് പറയുമ്പോൾ ഒരു വാക്കൂടെ ഈ കാലഘട്ടത്തിൽ പറയണം, ചേർത്ത് പറയണം. എന്ന് വെച്ചാൽ ചില ആളുകൾ പറയും, പാസ്റ്റർ അങ്ങനൊന്നും പറയണ്ട, ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്തൊരു ഉപദേശി നാലാമത്തത് കെട്ടിച്ചെന്ന് പറയും. അവന് തൊഴിലുറപ്പിന് പോകാൻ പറ്റാത്തവന്മാരൊക്കെ ഉപദേശിക്കുമ്പോഴേ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. വേദപുസ്തകം അനുസരിച്ച് ജീവിക്കുന്ന ദൈവഭക്തന്മാരാരും അതിന് കൂട്ടു നിൽക്കത്തില്ല. നല്ലതൊന്നും ചെയ്തത് എല്ലായിടത്തും ഉണ്ടല്ലോ, ഇല്ലേ? ഒരു സ്വാമിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നാട്ടിലുള്ള സ്വാമിമാരെല്ലാം മോശക്കാരാവോ? ഇല്ല. ഒരു പള്ളിയിൽ അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അച്ഛന്മാരെല്ലാം മോശക്കാരാവോ? ഇല്ല. ഒരു മൊയ്ലിയാരെ കണ്ട് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് മൊയ്ലിയാക്കന്മാരെല്ലാം മോശക്കാരാവോ? അങ്ങനെയൊന്നുമില്ല. നല്ലതും തീയതും എല്ലായിടത്തും ഉള്ള പോലെ ചില യൂദാമാർ നമ്മുടെ ഇടയിലും ഉണ്ട്. അത് പൊതുജനത്തോട് പറയണം, ഇല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവം യോജിപ്പിച്ചത് മരണത്താൽ അല്ലാതെ വേർപിരിക്കാൻ കഴിയാത്ത പവിത്രമായ ബന്ധം. അങ്ങനൊരു ബന്ധം സ്ഥാപിച്ചു. ഇതാണ് വേദപുസ്തകത്തിൻ്റെ ഒന്നാം ഘട്ടം. എത്ര മനോഹരം! അവിടെ എഴുതിയിരിക്കുന്നു, ഒരു പദം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. അവിടെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അടുത്ത വാക്ക്, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഓ, എത്ര മനോഹരം, എത്ര മനോഹരം! സ്വർഗത്തിലെ സൃഷ്ടാവായ ഈശ്വരൻ പടച്ചവൻ ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ ആകെ കൂടെ കാണുന്ന രണ്ട് ജാതിയുള്ളൂ. ഒന്ന് ആണും ഒന്ന് പെണ്ണും. ബാക്കിയുള്ള സകല നാശകോടാലി ആരുണ്ടാക്കി വെച്ചതാ? ഈ ഇരുകാലി മനുഷ്യനുണ്ടാക്കി വെച്ച മെനയാണ്. ദൈവത്തിന് ജാതി മതം ഉണ്ടോ? ജാതി മതം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുത്തനെ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? ദൈവത്തിന് കറുപ്പും വെളുപ്പും ഉണ്ടോ? ദൈവത്തിന് കൂടിയതും കുറഞ്ഞതുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ ദൈവം എന്ന് വിളിക്കാൻ പാടില്ല. ഇവിടെ ദൈവം സൃഷ്ടിച്ചത് ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എത്ര മനോഹരം! ഇതാ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. നാട്ടുകാർ ശ്രദ്ധിക്കണം, ഈ പുസ്തകം എന്താ പഠിപ്പിക്കുന്നതെന്നാ ഷമീർ കൊല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പഠിപ്പിക്കുന്ന എന്താണെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ആളുകൾ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങുന്നത്. 2002 ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയപ്പോൾ കാണുന്നിടത്തെല്ലാം വെച്ച് ചോദിക്കുക, എന്നാലും എന്തിനാടാ നീ നല്ലൊരു മതം വിട്ട്? സത്യമാ, വിട്ടത് മതമാ, പക്ഷെ വന്നത് മതത്തിലേക്കല്ല. അതാണ് വിഷയം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അന്ന് പിന്നെ എൻ്റെ കുറേ ആളുകൾ എന്നോട് കളിയാക്കി പറഞ്ഞു, കേട്ടോ ഷമീറെ, നിനക്കെന്തോ അബദ്ധം പറ്റി, ഇങ്ങനൊന്നും ആരും പോവുകയല്ല, നിനക്കെന്തോ വലിയ മണ്ടത്തരം പറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇട്ടാകെ ഇടങ്ങാറാക്കി. അപ്പം ഞാൻ അന്നേരം തൊട്ട് ഞാൻ ഈ കാണുന്ന പാസ്റ്റർമാരോടൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്നെപ്പോലെ വന്നവരാരേലും വേറെ ഉണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടപ്പം നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. ഏത്? നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിലൂടെ പോയെന്ന് ഉറപ്പ് വരുത്തുമ്പോൾ ഒരു മനസുഖം എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരു പാസ്റ്റർ പറഞ്ഞു, ആലപ്പുഴയിലൊരു പാസ്റ്റർ നസീറും കുടുംബം ഉണ്ടെന്ന് പറഞ്ഞു.
ഞാൻ വിട്ടു ആലപ്പുഴയ്ക്ക്. ആലപ്പുഴ ചെന്ന് നസീർ പാഷ കണ്ടപ്പം നസീർ പാഷ പറഞ്ഞു, ഷമീർ നീ 2002 അറിഞ്ഞത്, ഞാൻ 94 ഇറങ്ങിയെന്ന്. അപ്പോൾ എനിക്ക് ഇച്ചിരി ആശ്വാസം. ഞാൻ ചോദിച്ചു വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയത്തില്ലയോ എന്ന്. നേരെ വിട്ടു കോട്ടയത്ത്. സിയാദ് മുഹമ്മദിനെ കണ്ടപ്പോൾ സിയാദ് പറയാം പാസ്റ്റർ ഷാജഹാൻ മലപ്പുറത്തുണ്ടെന്ന്. ഞാൻ വിട്ടച്ച നിലമ്പൂരിന് ചുങ്കത്തറയിൽ. നേരെ ചെന്ന് പാസ്റ്റർ ഷാജഹാനെ കണ്ടപ്പോൾ പുള്ളി പറയാ പാസ്റ്റർ വേറൊരു പാസ്റ്റർ ഷാജഹാൻ മഞ്ചേരിയിലുണ്ടെന്ന്. പുള്ളിയെ കണ്ടു അലവിയച്ഛൻ്റെ അടുത്ത്. അവിടെ ചെന്ന് മഞ്ചേരി ചെന്ന് പറയാം പാസ്റ്റർ റഫീഖ് വയനാടുണ്ടെന്ന്. വിട്ടു വയനാടിന്. അപ്പോൾ പുള്ളി പറയാ പാസ്റ്റർ മുനീർ കാസർഗോഡുണ്ടെന്ന്. അങ്ങനെ വിട്ടു. അപ്പോൾ പുള്ളി പറയാ പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂർ തളിപ്പറമ്പിലുണ്ടെന്ന്. അവിടെ ചെന്ന് പുള്ളി പറയാം എൻ്റെ അനിയൻ അബ്ദുൽ സമദ് പാസ്റ്ററായിട്ട് തിരുവനന്തപുരത്തുണ്ടെന്ന്. തിരിച്ച് ഞാൻ തിരുവനന്തപുരത്ത് വന്നു. ഇങ്ങനെ ഓടി നടന്ന് കണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഈ ഫോണിനകത്ത് എണ്ണിക്കൂടാൻ കഴിയാത്ത കൂട്ടമുണ്ട് എന്നെപ്പോലെ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് കുടുംബങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയാം, ഇത് അബദ്ധം പറ്റി ഒന്നും ഇറങ്ങിയതല്ല അണ്ണാ, ഇതിൻ്റെ അകത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം കേട്ടോ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ 1-ാം ഘട്ടം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അവരെ ഏദൻ പൂങ്കാവനത്തിലാക്കി വെച്ചു. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ കാര്യം ഞാൻ മുമ്പും പഠിച്ചിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എവിടാ കുഴപ്പം? ഇനി കാതലായ വിഷയത്തോട്ട് വരിക, ശ്രദ്ധിച്ചു കേട്ടോ. സൃഷ്ടാവായ ദൈവം, സൃഷ്ടിയായ 2 മനുഷ്യൻ, അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ജാതി പ്രശ്നം, മതപ്രശ്നം, വർണ്ണം, വർഗം, കളർ, കൊടി പ്രശ്നം ഒന്നുമില്ല. ആകെ കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം. ആകെ കൂടെ 2 മനുഷ്യൻ, ആദം ഹവ്വ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മനുഷ്യന്മാർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യരില്ല. ദൈവങ്ങൾ തമ്മിൽ അടിയില്ല, കാരണം വേറെ ഇല്ല. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. പിന്നെ എവിടാ പ്രശ്നത്തിൻ്റെ തുടക്കം? കാതലായ വിഷയം. വേദപുസ്തകം പഠിപ്പിക്കുന്നു, സൃഷ്ടാവായ ദൈവത്തിങ്കൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്തൊരു കഥാപാത്രം. ആ കഥാപാത്രത്തെ നാട്ടുകാർ പല പേരിലാണ് വിളിക്കുന്നത്. ചിലർ പിശാച്, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ പല പേരുകളിൽ സംബോധന ചെയ്യുന്ന പിശാച് എന്ന് പറയുന്നവൻ്റെ രംഗപ്രവേശം. അപ്പം ചില ആളുകൾ ഇവിടെ ചിന്തിക്കാൻ തുടങ്ങും, ഉപദേശി ആകെ കൂടെ ഒരു ദൈവം ഒന്ന് ഉപദേശിയല്ലേ പറഞ്ഞു? അതെ. ആകെ കൂടെ 2 മനുഷ്യൻ, ഉപദേശി. അതെ. ഇതിൻ്റെ ഇടയ്ക്ക് പിശാച് എവിടുന്ന് വന്നു? ന്യായമായ ചോദ്യമല്ലേ? ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായ ചോദ്യങ്ങളാണ്. അപ്പോൾ എന്താ ഈ പിശാച്? അതാദ്യം ചിന്തിക്കണം. പിശാച് എന്ന് പറഞ്ഞാൽ എന്താ? ചില ആളുകൾ വിചാരിക്കുന്നത് പിശാച് എന്ന് പറഞ്ഞാൽ പണ്ട് ഒനിഡ ടിവിയുടെ പരസ്യത്തിലൊരു മൊട്ടത്തലയും വരുമായിരുന്നു. കണ്ണും തള്ളി കൊമ്പും വെച്ച് പല്ലു ഉന്തി ഇങ്ങനെ ഇളിച്ചോണ്ട്. പിശാച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളിച്ചോണ്ട് വരുന്ന ഒരു രൂപമാണെന്ന പലരുടെയും ചിന്ത. ആ ചിന്ത മാറണം. വേദപുസ്തകം അവനെക്കുറിച്ച് പറയുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. 1 ഒരാത്മാവ്, 2 ദുരാത്മാവ്, 3 അശുദ്ധാത്മാവ്. ചില പ്രയോഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇവനൊരു ആത്മാവാണ്, ഇവനൊരു മാനുഷിക ശരീരമുള്ളവനല്ല. രാവിലെ വന്ന് കോളിംഗ് ബെൽ അടിച്ച് ഗുഡ് മോർണിംഗ്, ഞാൻ അഭിഷാജ, ഇന്ന് നിങ്ങളുടെ കൂടെ താമസം എന്ന് പറയുന്ന ഒരുത്തനല്ല. പിന്നെ ഇരുട്ടിൻ്റെ ആത്മാവ്, ഈവിൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ ആത്മാവാണ് ഇവൻ. പക്ഷേ ചില ശരീരങ്ങളെ ഉപയോഗിക്കും എന്ന് വേദപുസ്തകം പറയുന്നു. ശ്രദ്ധിച്ചു കേട്ടോണം എൻ്റെ പോയിന്റ്. വേദപുസ്തകം പറയുന്നത് ഇവനൊരു ആത്മാവാണ്, ഇരുട്ടിൻ്റെ ആത്മാവാണ് പിശാച്. ഇവൻ ചില ശരീരങ്ങളെ ഉപയോഗിക്കും. അതിൻ്റെ വിശദവിവരം പിന്നാലെ പറയാം. ഇനി പിശാച് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്, അതുകൂടെ അങ്ങ് മാറ്റണം. പിശാച് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിക്കും ഈ മരിച്ചു കഴിഞ്ഞ് വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകച്ച് പാട്ടും പാടി വാഴച്ചോട്ടി വന്ന് എത്തി നോക്കുന്നതാണ് പിശാച് എന്നാണ് വേറെ ചിലരുടെ ചിന്ത. മരിച്ചു കഴിഞ്ഞ ആത്മാവ് വെള്ള സാരിയും ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകച്ച് ശ്രുതി ലയ താള സംഗതിയൊക്കെ ഇട്ട് പാട്ട് പാടി ഇങ്ങനെ വന്ന് കിണറ്റുകാരെ വന്ന് എത്തി നോക്കുന്നു എന്നൊക്കെയാണ്. ഇതൊക്കെ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനയാണ്. മരിച്ച ആരുടെ ആത്മാക്കൾ ആരെ ഉപദ്രവിക്കാനോ യൂണിഫോം ഇട്ട് വരാനൊന്നും വരത്തില്ല കേട്ടോ. ആ തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ മാറ്റണം. ചുവന്ന ചുരിദാറിട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം വെള്ള സാരിയും. പിന്നെ ദൈവം എന്നാൽ തുണിക്കച്ചവടം നടത്തുക, വരുന്നവർക്കെല്ലാം വെള്ളം കൊടുത്ത് ഇങ്ങോട്ട് വിടും. അല്ല, അതിനേക്കാളും വലിയൊരു ചിന്ത എൻ്റെ തലച്ചോറി കിടക്കുന്ന എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഈ ചത്തുപോയിട്ട് വരുന്ന പിശാച് എല്ലാം പെണ്ണുങ്ങളാണ്. അതിന് ആണുങ്ങളാണ് എവിടാത്ത? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വരുന്ന യക്ഷികളെല്ലാം ആരാ? പെണ്ണുങ്ങളാ. എന്നാ ഈ ചത്തുപോകുന്ന ആണുങ്ങളെ വിടാത്ത? വെള്ള യൂണിഫോമൊക്കെ കൊടുത്ത് അപ്പോൾ വരുന്ന പെണ്ണുങ്ങളെല്ലാം എല്ലാ യക്ഷിയെല്ലാം പെണ്ണുങ്ങളാണ്. അപ്പോൾ നമ്മുടെ സഹോദരിമാരെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ അത്? നിങ്ങൾ പ്രതിഷേധിക്കണം. അപ്പം ഞാനൊരു കാര്യം പറയാം, ഈ മരിച്ച ആരുടെ ആത്മാക്കളൊന്നും യൂണിഫോം ഇട്ടൊന്നും വരികയില്ല. ചിന്തകളൊക്കെ കളയണം. എന്നാൽ ഒരു ദിവസം പറഞ്ഞു കൊച്ചുമോളെ കല്യാണം നടക്കുന്നില്ല. ഒരുത്തൻ പറഞ്ഞു അവിടെ പോയി നോക്കിയാൽ മതി. അവിടെ ചെന്നപ്പോൾ അവൻ പറഞ്ഞു മരിച്ചു പോയ മുത്തച്ഛനാണ് കൊച്ചുമോളെ പിന്നെ അങ്ങേർക്ക് വേറെ ജോലിയില്ല, ചത്ത് കഴിഞ്ഞിട്ട് കൊച്ചുമോളെ കല്യാണം മുടക്കിക്കൊണ്ടിരിക്കുക. ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ. മരിച്ചു പോയ ആരുടെ ആത്മാക്കളൊന്നും വരികയില്ല. അതുകൊണ്ട് ഞാൻ ഈ ദേശക്കാരോട് പറയാം, ഇവിടെ എവിടെയെങ്കിലും അങ്ങനെയുള്ള വീടുകൾ, അവിടെ ഒരു വീടുണ്ട് കൊടുക്കാനിട്ടേക്കുന്ന ആരും എടുക്കുന്നില്ല. എന്നാ അതിൻ്റെ ബെഡ്റൂമിൽ 2 പേര് തൂങ്ങിച്ചെത്തുന്നു. 10 പേര് തൂങ്ങിച്ചെത്ത വീടുണ്ടോ നാട്ടുകാർ? നിങ്ങൾക്കത് വിൽക്കണോ? ഉപദേശിമാരെ പിടിച്ചോ? ചൂട് വിലക്ക് കിട്ടിയാൽ ഞങ്ങൾ എപ്പോൾ അടിച്ചെടുത്തെന്ന് ചോദിച്ചാൽ മതി. കല്ലറയുള്ള വീട് നിങ്ങൾ ഉപദേശിമാരെ പിടിച്ചോ? 10 കല്ലറ ഉണ്ടെങ്കിലും ഞങ്ങൾ കിട്ടിയാൽ അപ്പോഴടിച്ചെടുക്കും, അവിടെ താമസിക്കും, പ്രാർത്ഥന നടത്തി കാണിച്ചു തരും.
ഒരു പ്രശ്നവുമില്ല. കാര്യം ഈ മരിച്ച ആരുടെ ആത്മാക്കൾ അങ്ങനെയൊന്നും വരികയില്ല. പിന്നെ മരിച്ചവരെന്താ എവിടാന്നൊക്കെ ഉള്ളത് സമയം ഉണ്ടെങ്കിൽ ഞാൻ പിന്നാലെ പറയാം. അത് അവസാന ഘട്ടമാണ്. തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പോൾ പിന്നെ എവിടെ ഈ പിശാചെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കൂ, വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, മനുഷ്യവർഗത്തെ സൃഷ്ടിക്കും മുമ്പ് ദൈവം ദൂതസംഘത്തെ സൃഷ്ടിച്ചു, മാലാകവൃന്ദത്തെ സൃഷ്ടിച്ചു. രാവും പകലും ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മാലാകവൃന്ദം. ആ ദൂതസംഘത്തിൽ ഒരുത്തൻ, അവൻ്റെ പേരാണ് ലൂസിഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നാളൊരാൾ പറഞ്ഞു, ബൈബിളിൽ എവിടെ ലൂസിഫർ എന്ന് എഴുതിയേക്കുന്ന തപ്പി നോക്കിയിട്ട് കണ്ടില്ലല്ലോ എന്ന് ഒരാൾ തപ്പിയിട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ബൈബിളിൽ തപ്പുന്നതിന് മുമ്പ് ഗൂഗിളിൽ തപ്പാം. ലൂസിഫർ മലയാളം മീനിങ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഉത്തരം കിട്ടും, ശുക്ര നക്ഷത്രം എന്ന് കിട്ടും. എന്നിട്ട് യെശയ്യാവ് 14:12 വായിച്ചാൽ മതി, അവിടെ കിടപ്പുണ്ട്. വെട്ടേറ്റ് വീണ ശുക്ര നക്ഷത്രം എന്നും പറഞ്ഞാൽ അവിടെ സംഗതി കിടപ്പുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, അപ്പോൾ ഈ ദൂതസംഘത്തിൽ ഒരുത്തനാണ് ലൂസിഫർ. അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു ചിന്ത. എന്താ ചിന്ത? സർവശക്തനായ സൃഷ്ടാവിരിക്കുന്ന സിംഹാസനം, ആ സിംഹാസനത്തിൽ ഞാനൊന്നിരിക്കണം. രാവും പകലും മാലാകവൃന്ദം ആരാധിക്കുന്ന മഹാദൈവത്തിന് കൊടുക്കുന്ന മഹത്വം, ആ മഹത്വം എല്ലാം എനിക്ക് കിട്ടണം, ഞാൻ അവിടെ ഇരിക്കണം. നല്ല നാടൻ നാട്ടുഭാഷ പറഞ്ഞാൽ അത് അയ്യോ ഇരിക്കുന്ന ആ കസേരയിൽ ഒരു ദിവസം ഞാനൊന്ന്, നാട്ടുഭാഷ പറഞ്ഞാൽ അന്ന് തുടങ്ങിയതാണ് ഈ കസേരയ്ക്കുള്ള അടി. ഇന്നും തീർന്നിട്ടില്ല. തീർന്നിട്ടുണ്ടോ? കസേരയ്ക്കുള്ള അടിയല്ലേ ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കസേരയുടെ പുറകിലല്ലേ ഇന്ന് കാണുന്ന സകലമാന വിഷയങ്ങളും ഇവിടെ നടക്കുന്നു, അല്ലേ? അവിഹിതമാകട്ടെ, വെണ്ണുകാസാകട്ടെ, എല്ലാ ബന്ധങ്ങളും നടക്കുന്ന എന്തിൻ്റെ പേരിലാണ്? ഒരു കസേരയുടെ പേരില്ല. ഇനി പുറത്തുള്ളവരെ അങ്ങ് വിട്, അകത്ത് നോക്ക്, കുമ്പനാട്ട് ഉഗ്രൻ അടി നടക്കുക. എന്തിനാ? നിങ്ങളാ പിണങ്ങി ആത്മാവെല്ലാം എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ല. കുറെ ചെകുത്താന്മാർ കിടന്ന് അടിക്കുക. എന്തിനാ? കസേരയ്ക്ക് വേണ്ടി. കസേരയ്ക്ക് അടിക്കുന്നവൻ്റെ ഉള്ളിലെല്ലാം ഈ ലൂസിഫറിൻ്റെ ആത്മാവാണ്. അതല്ലാന്ന് വേദപുസ്തക പരിജ്ഞാനമുള്ളവർ ഒറ്റ ദൈവദാസന്മാരും പറയില്ല. വേദപുസ്തകം അറിയുന്നവർക്കെല്ലാം അറിയാം. അതിന് ഞാൻ ഒരു തെളിവ് മാത്രം പറഞ്ഞു വിടാം. ഒരു തെളിവ്. കാര്യം എന്തിനാ ഇത് പൊതുവേദി പറഞ്ഞെന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടാകും. ഷമീർ കൊല്ലം ഇത് പറയുന്നതിന് മുമ്പ് 24-ലും മനോരമയിലും മാതൃഭൂമിയിലും എല്ലാം നാട്ടുകാർ കണ്ടിട്ടിരിക്കുക. അവരുടെ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കേട്ടോ? ഒരു കൃത്യമായ വീക്ഷണം. ഞാനും എൻ്റെ കൂട്ടുവേലക്കാരനായിരിക്കുന്ന ബിജു പാസ്റ്റർ, ഞങ്ങൾ രണ്ടും കൂട്ടുവേലക്കാരാണ്. ഞങ്ങളുടെ നടുക്കൊരു കസേരയുണ്ട്. ഈ കസേരയ്ക്ക് വേണ്ടി ഞങ്ങൾ തമ്മിൽ മത്സരിച്ചാൽ ആ മത്സരത്തിൽ ഞാൻ എൻ്റെ കൂട്ടു സഹോദരനെതിരെ അപവാദം പറഞ്ഞ്, ആക്ഷേപം പറഞ്ഞ്, അദ്ദേഹം ശരിയല്ലെന്ന് സ്ഥാപിച്ച്, അദ്ദേഹത്തിനെതിരെ ഊമക്കത്തയച്ച്, അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്തിട്ട് ഈ കസേര ഞാൻ നേടാൻ ശ്രമിച്ചാൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പോയിട്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം പോയിട്ട്, ദൈവമായിട്ടൊരു ബന്ധം പോലും എൻ്റെ ഉള്ളിലില്ലെന്ന സത്യം. ഇനി യേശുവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവ് പഠിപ്പിച്ചത് എൻ്റെ തലച്ചോറിലോട്ട് വരും. എന്താ? നിങ്ങളിൽ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണണമെന്ന് പറഞ്ഞ പഠനം എൻ്റെ തലച്ചോറിൽ വരുമ്പോൾ ഞാൻ എൻ്റെ വിശ്വാസികളോട് പറയും, നിങ്ങൾ ബിജു പാസ്റ്ററെ ആ സ്ഥാനത്തേക്ക് ഇരുത്തണം. അദ്ദേഹം അതിന് കഴിവുള്ള മനുഷ്യനാണ്, അദ്ദേഹം അതിന് യോഗ്യനാണ്, അദ്ദേഹം അത് നന്നായി നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാൻ കഴിയുന്നൊരു മനസ്സ് എനിക്കുണ്ടെങ്കിൽ അപ്പോഴേ എന്നിൽ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളൂ. അല്ലാതെ അധികാരത്തിന് വേണ്ടി കിടന്നടിക്കുന്നവന്മാരെ എല്ലാം ഉള്ളിൽ ലൂസിഫറിൻ്റെ ആത്മാവാണ്. അതിന് റവയായാലും മൈദയായാലും. അത്രയും പറഞ്ഞ് ആ ഭാഗം വിടുക. കാര്യം ഇവരുടെ പ്രാർത്ഥന ദേശത്തോടാണ്. അതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറുന്നില്ല. അത് ഉപവാസ പ്രാർത്ഥന. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ കസേര മോഹിച്ചവൻ. ആമേൻ. ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? വേദപുസ്തകം പറയുന്നു, ദൈവമോ അവൻ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നവൻ. അങ്ങനെ ഒരുത്തനെ ദൈവം എന്ന് വിളിക്കാൻ പറ്റും. നമ്മുടെ ചിന്തനങ്ങളെ അറിയുന്നവനായിരിക്കണം ദൈവം. ഇവൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണം അറിഞ്ഞപ്പോൾ അവൻ്റെ പദവിയിൽ നിന്ന് അവനെ വെട്ടിക്കളഞ്ഞു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവനാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. നോക്കൂ, ഇവിടെ മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഈ ഇരുട്ടിൻ്റെ ആത്മാവ് പിശാച് രംഗപ്രവേശനം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, അവൻ ചില ശരീരങ്ങളെ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കാൻ അവൻ തിരഞ്ഞെടുത്ത ഒരു ശരീരമാണ് ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ ഒന്നായ പാമ്പിനെ തിരഞ്ഞെടുത്തു. ഈ തോട്ടത്തിലേക്ക് വന്ന കൊച്ചു വർത്താനം പറഞ്ഞു. കഥകളൊക്കെ ബൈബിൾ അറിയാവുന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. അങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞു, മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്ക് ലംഘിച്ച് പാപം ചെയ്തു. വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപം നിമിത്തം സർവ മനുഷ്യരും പാപത്തിലായി. ഇനി ശ്രദ്ധിച്ചോണം. ഇവിടെ ഇത് കേൾക്കുന്ന പൊതുജനത്തിന്, കേൾവിക്കാർക്ക് ചില ചോദ്യങ്ങൾ അവരുടെ തലച്ചോറിലോട്ട് വരും. ചിലർ ചോദിക്കും, ചിലർ ചോദിക്കാതിരിക്കും. പണ്ട് മലബാറിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരുത്തം വന്ന് ചോദിച്ചു, എന്തുപാടെ ഉപദേശി നിങ്ങൾ ഈ പാപം എന്ന് പ്രസംഗിക്കുന്നല്ലോ. പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നേനാണോ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി?
പണ്ടെങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നു, കെട്ടിയവനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവനും കൊടുത്തു. അതിനിപ്പോൾ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? അല്ല, പറച്ചിൽ കേട്ടാത്തൊന്നും ആപ്പിളെല്ലാം കൂടെ പറിച്ചുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റെന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരു പഴം തിന്നു, കെട്ടിയവനോ സ്നേഹമുണ്ട് ഇച്ചിരി, അത് ഇത്രയും വലിയ വിഷയമാണോ? നല്ല ചോദ്യം. ഒന്ന്, ഒരു പഴം തിന്നതാണോ പാപം? ഇനി രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്. എന്താ? ഓക്കെ, ഇനി അങ്ങനെ പാപം ചെയ്തെന്നിരിക്കട്ടെ ആദമും ഹവ്വയും, ഓക്കെ, അതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് പഠിപ്പിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതാണോ? നല്ല ചോദ്യം. കാരണം പണ്ട് മദ്രസയിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ആദമും ഹവ്വയും പാപം ചെയ്തു, ശരിയാ. പക്ഷെ ദൈവം പടച്ചവൻ സൃഷ്ടാവ് ഏറെ പൊറുക്കുന്നവനും ക്ഷമിക്കുന്നവനും ആയതുകൊണ്ട് ദൈവം അവരുടെ പാപം തോട്ടത്തിൽ വെച്ച് തന്നെ പൊറുത്തു കൊടുത്തു എന്നും അതിൻ്റെ പേരിൽ ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് പഠിപ്പിക്കുന്ന ക്രിസ്ത്യൻ പഠനം മണ്ടത്തരമാണ് എന്നുമാണ് പറഞ്ഞത്. അപ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് ന്യായമില്ലേ? ആദമും ഹവ്വയും പാപം ചെയ്തതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാകുന്നത് എങ്ങനെ? നല്ല ചോദ്യം. മൂന്ന്, ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായാൽ പോരെ, ഞങ്ങൾ ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് പാപി എന്ന് വിളിക്കുന്നത് എന്തിനാ? മനോഹരമായ മൂന്ന് ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോവുക. ഒന്ന്, ഒരാപ്പിൾ തിന്നതാണോ പാപം? ആപ്പിൾ ഓറഞ്ചെന്നൊന്നും ബൈബിളിലില്ല. ഉണ്ടോ? ഇല്ല. ആപ്പിൾ ഓറഞ്ചെന്നൊന്നും ബൈബിളിലില്ല. എന്നാലും ചില ആളുകൾ ഇതിനെ എന്താക്കി വെച്ചിരിക്കുക? ആപ്പിളാക്കി വെച്ചിരിക്കുക. ഇരിക്കട്ടെ, നല്ല പഴമായതുകൊണ്ട് നമുക്ക് പിണക്കമില്ല, നല്ല പഴം ആപ്പിൾ ഇരിക്കട്ടെ. അതുകൊണ്ടാണല്ലോ പലരുടെയും പോക്കറ്റിൽ പകുതി കടിച്ച് ആപ്പിൾ ഇരിക്കുന്നത്. ഏത്? അപ്പോൾ ഒരു പഴം തിന്നതാണോ പാപമെന്ന് ചോദിച്ചാൽ അല്ല. പിന്നെന്താ? ശ്രദ്ധിച്ചു കേട്ടോ. രണ്ട് കുടുംബക്കാർ തമ്മിൽ അതിരുതർക്കമുണ്ടായി, രണ്ട് വീട്ടുകാരും തമ്മിൽ അടിയായി. സ്വാഭാവികമായി നാട്ടുകാരെ വിളിക്കും? പോലീസിനെ വിളിക്കും. പോലീസ് വന്നു, രണ്ട് വീട്ടുകാരോടും സമാധാനം പറഞ്ഞു. എൻ്റെ പൊന്ന് ചാക്കോ ചാവൊന്ന് ക്ഷമിക്കും, മേപ്പോട്ട് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ, ക്ഷമിക്കും. എൻ്റെ അതിര് തോണ്ടിയിട്ട് ക്ഷമിക്കാനോ? സാറ് പോ. ഇപ്പുറത്ത് വന്നു. ഇപ്പുറത്ത് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മാമ അങ്ങ് ക്ഷമിക്കും, ഒന്നുമില്ലേലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ അല്ലയോ, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല, അത് വേറെ മണ്ണ്, ഇത് വേറെ മാണിക്യം, സാർ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞ് അമ്മച്ചി സമ്മതിക്കുകയില്ല. അപ്പോൾ രണ്ട് കൂട്ടരും സമ്മതിക്കുകയില്ല. അപ്പോൾ പോലീസുകാർ സ്വാഭാവികമായിട്ടും എന്ത് പറയും? എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, കോടതിക്ക് വിടാം, കേസെടുക്കട്ടെ. അപ്പോൾ സർവേറെ വിളിക്ക്, അളക്ക്. അപ്പം നേരെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടു. അവിടുന്ന് ആൾ വന്നു. അപ്പോൾ വന്ന് അളതിന് കോടതി വിധി വരുന്നവർ ഇവിടെ തമ്മിലടിച്ചേക്കരുത്. കേട്ടു നിങ്ങൾ കേട്ടു. രണ്ടുപേരും കേട്ടു. മത്തായുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കറിഞ്ഞ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ കൊല്ലക്കാർ പറയുന്നത് ഇടക്കയറെന്നാണ്. ഇവിടെ എന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. തിരുവനന്തപുരത്തുകാർ പറയുന്നത് ചല്ലി, പൊച്ചം എന്നൊക്കെ പറയും. ഞങ്ങൾ പറയുന്നത് ഇടക്കയർ. ശരി, 2 രൂപയുടെ ഇടക്കയർ മേടിച്ചുകൊണ്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റി അടിച്ച് വലിച്ച് തിരിച്ചെല്ലാം കെട്ടി. എന്നിട്ട് റവന്യൂ പോയി, സർവേയർ പോയി. പോലീസുകാർ പറഞ്ഞു, ഇനി കോടതി വിധി വരുന്ന വരെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയേക്കല്ല. കേട്ടു. പോലീസും പോയി, റവന്യൂം പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരു വീട്ടിലൊരു ചെറുക്കനുണ്ട്, തലതെറിച്ച ചെറുക്കൻ. അവനൊരു പിച്ചാത്തി എടുത്തോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി പറമ്പിലോട്ട്. അവന്മാരുടെ ഒരു കയറും കെട്ടി വെച്ചിട്ട് പോയേക്കുന്നു. കയറ് മുറിച്ചങ്കളൻ. ഇതറിഞ്ഞ പോലീസ് വണ്ടി താണ്ടടാ തിരിച്ചു വരുന്നു. ആരടാ കയറ് മുറിച്ചത്? ഉണ്ടല്ലോ, അവനാ സാറേ. ഇങ്ങോട്ട് വാടാ, പിടിച്ചു. കൊടുത്ത് ചെവിക്കലിനോട്ട് ഒറ്റയടി. കയറടാ ജീപ്പിലെന്നും പറഞ്ഞെടുത്ത് അങ്ങോട്ട് ഇട്ടോ. ശ്രദ്ധിച്ചു കേട്ടോണം. ഇത് കണ്ടുകൊണ്ട് മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചി ആ തിണ്ണയിലിരിപ്പുണ്ട്. കേൾക്കണേ, അമ്മച്ചി പറഞ്ഞ ഡയലോഗ്, അയ്യോ എന്തരടിയാ കൊച്ചിനിട്ട് അടിക്കുന്നത്? 2 രൂപയുടെ കയറ് മുറിച്ചാൽ ഇങ്ങനെ ഇട്ട് അടിക്കണമെന്ന്. വല്ലതും മനസ്സിലായോന്ന് അമ്മച്ചി ചോദിക്കുക. 2 രൂപയുടെ കയറ് മുറിച്ചാൽ ഇങ്ങനെ ഇട്ട് അടിക്കണമെന്ന്. അതുകൊണ്ട് മത്താടെ കടയിൽ തൂങ്ങി കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്. ഞാൻ വേണേൽ 10 രൂപ തരാം, 5 വള്ളി കയറ് മേടിച്ചിട്ടാ കൊച്ചിനെ അങ്ങ് വിടാൻ. എന്തോ മനസ്സിലായി? 2 രൂപയുടെ കയറ് മുറിച്ചാനാണോ അടി? ഒരു വണ്ടി കയർ പകരം മേടിച്ചു കൊടുത്താൽ കൊച്ചിനെ അങ്ങ് വിടുവോ? 2 രൂപയുടെ കയറ് മുറിച്ചതിനല്ല അടി, നിയമലംഘനം നടന്നിരിക്കുന്നു. ഇനി ഭരണഘടനയിൽ എഴുതിയിരിക്കുന്ന നിയമവ്യവസ്ഥിതി അനുസരിച്ച് ജാമ്യമെടുത്ത് പുറത്തു വരുന്നതാണ് ഈ ലോകത്തിൻ്റെ നിയമമെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടു, പാപത്തിൻ്റെ ശമ്പളം മരണം, പാപം ചെയ്ത ദേഹി മരിക്കും, മരണമെന്ന പ്രോസസ്സിലൂടെ മനുഷ്യൻ കടന്നുപോയേ മതിയാകൂ. എഴുതപ്പെട്ട നിയമം. കേവലം ഒരു പഴം തിന്നതല്ല സ്നേഹിത പാപം. സൃഷ്ടാവായ ദൈവം ചെയ്യരുത് എന്ന് കൽപ്പിച്ച നിയമം മനുഷ്യൻ ലംഘിച്ചു, നിയമലംഘനം നടന്നു, മനുഷ്യൻ പാപത്തിലായി. ഇനി നമുക്ക് തിരിച്ചങ്ങോട്ടൊന്ന് പോകാം. ഈ ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ കരുണയും സ്നേഹവും ഒക്കെ ഉള്ള ദൈവം അവരുടെ പാപം അങ്ങ് പുറത്തു കൊടുത്തു. അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് ക്രിസ്ത്യാനി പഠിപ്പിക്കുന്ന മണ്ടത്തരമാണ്. പാപം ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ അങ്ങ് പൊറുക്കപ്പെട്ടു എന്നാണല്ലോ പണ്ട് പഠിപ്പിച്ചാണല്ലോ. അങ്ങനെ ആണെങ്കിൽ ഒരു ചിന്ത, രോഗം മാറിയാൽ രോഗലക്ഷണം മാറണ്ടേ പാസ്റ്ററെ? വേണ്ടേ? ഒരുത്തന് കിഡ്നിക്ക് രോഗം എവിടെ? കിഡ്നിക്ക്. പക്ഷെ ലക്ഷണം എന്താ?
കയ്യും കാലും മുഖത്തും ഒക്കെ നീര് വരും അല്ലേ? മെഡിക്കൽ സ്റ്റോറിൽ പോയി നീരിൻ്റെ കുഴമ്പ് മേടിച്ചിട്ടാൽ കിഡ്നി സുഖമാവുമോ? ഇല്ല. ലക്ഷണത്തിനല്ല ചികിത്സിക്കേണ്ടത്, രോഗത്തിന് ചികിത്സിക്കണം. അപ്പോൾ ഒരു കിഡ്നി കൊടുക്കാൻ ഒരാൾ വന്നു, കിഡ്നി മാറ്റി വെച്ചു. അപ്പോൾ രോഗം എന്തായി? സൗഖ്യമായി. അപ്പോൾ രോഗം സൗഖ്യമായാൽ നീരെന്ത് ചെയ്യണം? പറ, മാറണം. രോഗം മാറിയ രോഗലക്ഷണം വേണ്ട. സിമ്പിൾ പറയാം. വയറ്റിൻ്റെ അകത്ത് ഈ കല്ലും മണ്ണും അടിഞ്ഞു കൂടുമ്പം നിറയുന്ന ഒരു സഞ്ചി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സഞ്ചി നിറയുമ്പോൾ വേദന വരും. അപ്പോൾ ആശുപത്രി കൊണ്ടുപോയി പറയും അപ്പൻഡീസോ അങ്ങനെ കണ്ട് പറയും അല്ലേ? എന്തെങ്കിലും ആവട്ടെ. അപ്പം പറയും ഈ വേദന സഹിക്കാൻ മേല. അപ്പോൾ ഡോക്ടർ പറയും സഞ്ചി എടുത്ത് കളയണം. അപ്പോൾ സഞ്ചി കട്ട് ചെയ്തെടുത്ത് ദൂരെ കളഞ്ഞു. അപ്പോൾ രോഗം എന്ത് ചെയ്തു? മാറി. അപ്പോൾ വേദന എന്ത് ചെയ്യണം? മാറണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. മാറണ്ടേ? മാറണം. അങ്ങനെയാണെങ്കിൽ പാപം ഏദൻ തോട്ടത്തിൽ വെച്ച് പൊറുക്കപ്പെട്ടെങ്കിൽ പാപ സ്വഭാവം അവിടെ തീരണ്ടേ? തീരണ്ടേ പാസ്റ്ററേ? തീർന്നോ? ഇല്ല. തൊട്ടടുത്ത തലമുറ കയീനും ഹാബേലും കൂടപ്പുറപ്പ് ഒരുത്തനെ കൊന്നു കളഞ്ഞെന്ന് അതേ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ രോഗം മാറിയിട്ടും ലക്ഷണം മാറിയില്ലെന്ന് പഠിപ്പിക്കുന്ന പൊട്ടത്തരമല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. രോഗം മാറിയിട്ടില്ല, രോഗം മാറിയിട്ടില്ല. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഒന്നാമത്തെ ചിന്ത. ഇനി അടുത്തൊരു ചിന്ത. ഇത് ആദം, ഇത് ഹവ്വ, നടുക്ക് ദൈവം. ഇവർ രണ്ടുപേരും പാപം ചെയ്യുന്നതിന് മുമ്പ് ആരുടെ ഒപ്പമായിരുന്നു? ദൈവത്തിൻ്റെ ഒപ്പമായിരുന്നു. പാപം ചെയ്തപ്പോൾ ദൈവത്തോടൊപ്പം ഇരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇവർ പുറത്താക്കപ്പെടും. പക്ഷേ ഈ നടുക്കിരിക്കുന്ന പുള്ളി ദൈവം ഭയങ്കര കരുണയുള്ളവനായതുകൊണ്ട് ഇവരുടെ പാപം അങ്ങ് ക്ഷമിച്ചും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഇവർക്ക് അതേ കസേര അപ്പുറം ഇരുന്നൂടെ? ഇരിക്കാം. പിന്നെ എന്തിനു പുറത്താക്കി? അവരെ ഏദൻ പൂങ്കാവനത്തിൽ നിന്ന് പുറത്താക്കി എന്ന് എന്തിനു പഠിപ്പിച്ചു? ഇന്നും ഉത്തരവില്ല. ഈരാറ്റുപേട്ടെന്നാരിൽ ഉത്തരം പറയണേ, എന്നെ വിളിക്കണം. എന്തിനു പുറത്താക്കി? പാപം അവിടെ തീർന്നല്ലോ? തീർന്നില്ല. വേദപുസ്തകം പറയുന്നു ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും പാപിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉപദേശമാര് കവലകളിലും തെരുക്കോണിൽ നിന്ന് വിളിച്ചു പറയുന്നത്, മനുഷ്യ നീ പാപിയാണ്, നീ പാപമോചനം പ്രാപിക്കണം. സ്തോത്രം. മനസ്സിലായോ? 2025 കമ്പ്യൂട്ടർ യുഗത്തിൽ ഈരാറ്റുപേട്ടയിൽ ചാമപ്പാറയിൽ നിന്നൊരു ഉപദേശി വിളിച്ചു പറയുന്നു മനുഷ്യൻ പാപിയാന്ന്. പിള്ളേർ ചിരിക്കാതിരിക്കുമോ? എടോ ഉപദേശിമാരെ, നിങ്ങൾക്കൊന്നും നേരം വെളുത്തിട്ടില്ലേ? മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, ആകാശത്തുകൂടെ പറക്കാൻ തുടങ്ങി, ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാൻ പറ്റുമോന്ന് ഇപ്പം പഠനം നടക്കുക. സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ചു തിരിച്ചു വന്നു. UK-ലിരിക്കുന്ന മലയാളി ചന്ദ്രൻ 30 ഏക്കർ വസ്തു മേടിച്ചു. അറിഞ്ഞില്ലേ ഇതൊക്കെ? അതുകൊണ്ട് കൽക്കരിയുടെ ട്രെയിനൊക്കെ പോയി, വന്ദേ ഭാരതൊക്കെ ആയി ഉപദേശിമാർ. എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല. ഇപ്പോഴും പറയുന്ന മനുഷ്യൻ പാവിയാന്ന്. പിള്ളേർ ചിരിക്കത്തില്ലേ? എടാ മക്കളെ, തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, സമ്മതിച്ചു. ആകാശത്തുകൂടെ പറക്കാൻ തുടങ്ങി, സമ്മതിച്ചു. ബഹിരാകാശത്ത് താമസിച്ച് തിരിച്ചു വന്ന്, സമ്മതിച്ചു. ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാൻ പോകുന്നു, സമ്മതിച്ചു. പിന്നെ കൽക്കരിയുടെ ട്രെയിൻ മാറി വന്ദേ ഭാരത് ആയത് ഞാൻ സമ്മതിച്ചു. ഒരൊറ്റ ചോദ്യം, ഒരേ ഒരു ചോദ്യം. കൽക്കരി ആയിക്കോട്ടെ വന്ദേ ഭാരത് ആയിക്കോട്ടെ, രണ്ടിൻ്റെയും പേരെന്താ? ട്രെയിൻ എന്നാ. ഈ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമില്ലേ? ഉണ്ട്. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കക്കൂസ് ഇല്ലേ? ഉണ്ട്. ഈ ടോയ്ലറ്റിൻ്റെ അകത്തിരിക്കുന്ന 50 രൂപയുടെ ഒരു സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അതെന്നാ മാറാത്തെ? ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടെ പോയെന്ന് വന്ദേ ഭാരത് കയറി നോക്കി, ഉള്ളതാണോ എന്ന് പ്രസംഗിക്കണ്ടേ. നോക്കി, ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ്. സകല മേഖലകളും മാറി. കണ്ടുപിടുത്തവും ഇൻ്റർനെറ്റും ശാസ്ത്രവും ടെക്നോളജിയും എല്ലാം മാറിയിട്ടും ഈ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റിൻ്റെ അകത്തിരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അത് മാത്രം മാറിയിട്ടില്ല. എന്നാ മാറാത്തതെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. തരം കിട്ടിയാൽ കക്കൂസേന്ന് കപ്പടിച്ചുകൊണ്ട് പോകുന്നവൻ ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് മാറാത്തത്. എന്നാ മിണ്ടാത്തത്? അല്ലേ? വേണ്ട, അത്രയും ബുദ്ധിമുട്ടാണ് വേണ്ട. നിങ്ങൾ നാളെ ഈരാറ്റുപേട്ട ചെന്ന് ഫെഡറൽ ബാങ്കിലോ SBIയിലോട്ടോ ചെന്ന് കയറ്. അവിടെ ചെല്ലുമ്പോൾ കാണാം 5 രൂപയുടെ ലക്ഷ്യ പേന നൂല് കൊണ്ട് പോസ്റ്റ് കെട്ടിയിട്ടേക്കുന്നു. അല്ലേ? ബാങ്കിൽ വരുന്നത് ഒന്നുകിൽ പണം ഇടാൻ അല്ലെങ്കിൽ എടുക്കാൻ. മാന്യന്മാർ വരുന്ന സ്ഥലത്ത് 5 രൂപയുടെ ലക്ഷ്യ പേന നൂല് കൊണ്ട് കെട്ടിയിട്ടേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ സിമ്പിളാ. തരം കിട്ടിയാൽ 5 രൂപയുടെ പേന അടിച്ചുകൊണ്ട് പോകുന്നവനും ഇവിടെ. ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. സകല മേഖലകളിലും മാറ്റം വന്നെങ്കിലും മാറ്റം വരാത്തൊരു മേഖല ഇന്നും തുടരുന്നെങ്കിൽ അതൊന്നേ ഉള്ളൂ, ഇരുകാലി മനുഷ്യൻ്റെ സ്വഭാവം. ഇരുകാലി മനുഷ്യൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. സകല മേഖലകളിൽ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജികളും ഇൻ്റർനെറ്റും സയൻസും ശാസ്ത്രവും എല്ലാം വളർന്നെങ്കിലും മാറ്റം വരാത്തൊരു മേഖലയുണ്ട്. അത് ഇരുകാലി മനുഷ്യൻ്റെ സ്വഭാവം.
പിന്നെ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ചെറിയൊരു മാറ്റമുണ്ട്. പണ്ട് സ്വന്തം പെൺമക്കളെ വെറുതെ വിടുമായിരുന്നു പണ്ട്. ഇപ്പൊ സ്വന്തം പെൺകുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായ ഒരു മാറ്റം മാറിയിട്ടുണ്ട്. ശരിയല്ലേ പറഞ്ഞത്? പത്രത്താളുകൾ തുറന്നു നോക്ക്. മിണ്ടാപ്രാണികളായ മൃഗജാലങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഹീനകൃത്യങ്ങളാണ് നാൽക്കാലി മൃഗത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഇരുകാലി മനുഷ്യൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകാശത്തൊരു പരുന്ത് വട്ടമിട്ട് പറന്നാൽ ഭൂമിയിലിരിക്കുന്ന കോഴിയമ്മ എന്താ ചെയ്യുന്നത് പറ? ചിറക് വിരിച്ച് കുഞ്ഞുങ്ങളെ അതിനകത്ത് കയറ്റി സംരക്ഷിക്കുന്ന ഒരു അമ്മ മനസ്സ് കോഴിയമ്മയെ കാണുമ്പോൾ കാമുകനോടൊപ്പം ജീവിക്കാൻ 10 മാസം നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ തീരദേശത്തിന്റെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന അമ്മ ആലപ്പുഴയിൽ ജീവിക്കുന്നു. കോഴിയമ്മയല്ലേ നല്ലത്? മിണ്ടാപ്രാണിയായ കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ കൂകി വിളിക്കും, അറിയിക്കും. കോഴി കൂകുന്ന കാണുമ്പോഴേ അമ്മ മക്കളോട് പറയുന്ന എടി കോഴി കൂകുന്നടി മുട്ടയിട്ടോന്ന് നോക്ക്. അതൊരു സിഗ്നൽ കോഴി കൊടുക്കും. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, ഈ അടുത്ത കാലത്തൊരമ്മ KSRTC ബസിന്റെ പുറകിലത്തെ സീറ്റിൽ മുട്ടയിട്ടേച്ച് ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിറങ്ങി അങ്ങ് പോയി. കൂകിയതുമില്ല, വിളിച്ചതുമില്ല, ആരും ഒട്ട് അറിഞ്ഞതുമില്ല. മുട്ട ഇപ്പം അമ്മ തൊട്ടിൽ പിച്ച വെച്ച് വളരുന്നു. കോഴിയമ്മയല്ലേ നല്ലത്? എന്തെല്ലാം വാർത്തകൾ, എന്തെല്ലാം വാർത്തകൾ. കഴിഞ്ഞ മാസം കാസർഗോഡ് നിന്ന് വന്ന വാർത്ത TV-യിൽ വെണ്ടയ്ക്ക പോലെ എഴുതി കാണിച്ചു. മാതാവിന് ഗർഭം, ഉത്തരവാദി 15 വയസ്സുള്ള മകനെന്ന്. സാക്ഷര കേരളത്തിൽ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നില്ലേ? എന്ത് മാറ്റമാണോ ഈ പറയുന്നത്? എന്ത് മാറി, ആര് മാറി എന്നാ പറയുന്നത്? എൻ്റെ ചങ്കാണ്, ചങ്കടിപ്പാണെന്ന് പറഞ്ഞ ചങ്ക് കൂട്ടുകാർ രണ്ടുപേരും കൂടെ ബിവറേജിൽ പോയി ഒരു കുപ്പി എടുത്ത് മേശപ്പുറത്ത് വെച്ച് അടി തുടങ്ങി. കുപ്പി കാലിയായപ്പോൾ ചങ്കിൻ്റെ കഴുത്തറുത്തു. വായിക്കുന്നില്ലേ? എന്തു മാറ്റം? ഈ പറഞ്ഞവർക്കാർക്കും ദൈവങ്ങളില്ലേ? ഈ പറഞ്ഞവർക്കാർക്കും വിശ്വാസങ്ങളില്ലേ? ഈ പറഞ്ഞവർക്കാർക്ക് ഈശ്വരന്മാരില്ലേ? ഈ കേരളത്തിലാണോ വിശ്വാസത്തിന് കുറവ്? പോരാത്തതിന് ആൾ ദൈവങ്ങളുമുണ്ട്. ആൾ ദൈവങ്ങളെ മുട്ടിയിട്ട് നടക്കാൻ മേല. മുക്കിന് ഓരോ ആഴ്ച ഓരോന്ന് എഴുന്നേറ്റ് വരിക. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനും വായിച്ചു പത്രത്തിൽ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാ, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും മനസ്സിലാകുന്നില്ല. പിടികിട്ടുന്നുണ്ടോ? ഇവിടെ മാറ്റം വരാത്ത ഒന്ന് തുടരുന്നു. മനുഷ്യന്റെ സ്വഭാവം. അധാർമിക പ്രവർത്തികളിലേക്ക് അവൻ പിന്നെയും ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നു. രക്തബന്ധങ്ങൾക്കിടയിൽ ധാർമ്മികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരമ്മയുടെ വയറ്റിൽ ഒന്നിച്ചു കിടന്ന സഹോദരങ്ങൾ തമ്മിൽ ഉപദ്രവിക്കാൻ മടിയില്ല. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന സ്വന്തം പെങ്ങളെ പീഡിപ്പിക്കുവാൻ ആങ്ങളയ്ക്ക് മടിയില്ലാത്ത കാലത്തെത്തിയിരിക്കുന്നു. എന്ത് മാറ്റമാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്ത് മാറ്റമാണ് നാട്ടുകാർ പറയുന്നത്? ഒരു മാറ്റവും ഇരുകാലി മനുഷ്യന് സംഭവിച്ചിട്ടില്ല. കാരണം അവൻ്റെ അകത്തിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പുറത്താക്കാൻ കഴിയാത്ത കാലത്തോളം ഇവിടെ മനുഷ്യന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അപ്പം ചില ആളുകൾ പറയും, മനുഷ്യൻ അങ്ങനെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടുപിടുത്തം കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യൻ, ശരിയാ, താങ്കൾ പറഞ്ഞ ശരിയാ, കുറ്റകൃത്യങ്ങളും പ്രത്യേകിച്ച് ഈ ലഹരിയുടെ ഉപയോഗം, മദ്യപാനം, ഇതൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കും? അതിനല്ലേ ഇവിടെ പോലീസും ഗവൺമെൻറ്റും ഒക്കെ ഉള്ളത്. നിങ്ങൾ ഈ ഉപദേശിമാർ കിടന്ന് തൊണ്ട കീറിയുണ്ട് മദ്യത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ഒക്കെ ആര് രക്ഷിക്കുമെന്ന്? ഗവൺമെൻറ് രക്ഷിക്കുമെന്ന്. ചുമ്മാ ചിരിപ്പിക്കരുത്. ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമാണ്. നട്ടലുള്ള രാഷ്ട്രീയക്കാരനുണ്ടെങ്കിൽ തല ഉയർത്തി എന്ന് പറയാൻ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ പറയണം, ഈ കൊച്ചു കേരളത്തിൽ കുടിക്കാൻ മദ്യം വിളമ്പുന്ന ആരാ? അതാത് സർക്കാർ അല്ലേ? കുടിച്ചവനെ വഴി പിടിച്ചു നിർത്തി പിഴ അടപ്പിക്കുന്ന ആരാച്ചാ? അതും സർക്കാർ. അടിപൊളി. കുടിക്കാൻ കൊടുക്കുന്ന സർക്കാർ, കുടിച്ചവനെ കൊണ്ട് പിഴ അടപ്പിക്കുന്ന സർക്കാർ. നാടകമേ ഉലകം ഇല്ലേ? ഇതൊന്നും അറിയാത്ത പൊതുജനം കഴുത അല്ലേ? ഒരു കൂലിപ്പണിക്കാരൻ്റെ ഒരു ദിവസത്തെ ജീവിതം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണി ചെയ്യുന്നു. വൈകിട്ട് 1200 രൂപ ശമ്പളം മേടിച്ച് പോക്കറ്റിൽ തിരികുന്നു. കയ്യും കാലും കഴുകുന്നു. ഒറ്റ ഓട്ടം. എങ്ങോട്ട്? ബിവറേജിലേക്ക്. തലേ തോർത്ത് വിട്ടുകൊണ്ട് പമ്മി നിൽക്കുന്നു കുപ്പിയെടുക്കാൻ. തൊട്ട് പുറകെ ഹെൽമെറ്റ് വെച്ചോണ്ട് മോൻ നിൽപ്പുണ്ട്. അത് പുള്ളി അറിയുന്നില്ല. അപ്പൻ തോർത്തിട്ടുകൊണ്ട് മോൻ ഹെൽമെറ്റ് വെച്ചോണ്ട് രണ്ടുപേരും ഒറ്റയ്ക്ക് നിൽക്കുന്നു കുപ്പിയെടുക്കാൻ. 1500, 1200, 700 രൂപ കൊടുത്തു കുപ്പിയെടുത്തു അപ്പൻ. ബിവറേജിൻ്റെ മൂലേ മാറിയിരുന്ന് കുപ്പി അടിച്ചു തീർത്തു. അപ്പൻ പിറ്റായി, കുപ്പി കാലിയായി, മിച്ചം 500 കണക്ക് ശരിയാണേ? കാലിക്കുപ്പിയും കൊണ്ട് അപ്പൻ ആടിക്കാടി അടുത്തുള്ള ആക്രിക്കട വരുന്നു. കാലിക്കുപ്പി അവിടെ കൊടുത്തു. കുപ്പിക്ക് കിട്ടി 3 രൂപ. അരിക്ക് എത്രയേ ഉള്ളൂ? 1 രൂപ. വികസനമാണല്ലോ ഏത്? അപ്പോൾ 3 കിലോ അരി വീട്ടിലെത്തും. പെണ്ണും പിള്ളയ്ക്ക് പരാതിയില്ല. 3 കിലോ അരിയും കൊണ്ട് ഇവൻ ആടി കൈനറ്റിക് കൊണ്ടായെടുത്ത് വീട്ടിൽ പോകുമ്പോൾ ദാ വരുന്നു അടുത്ത ഇരുട്ടടി. ഏത്?
ആ വളവ് തിരിഞ്ഞപ്പോൾ ഒളിച്ചിരുന്ന് നിര പിടിക്കുന്ന ജീവി പിടിച്ചു, ഊതടാന്ന് പറഞ്ഞു ഊതി, ബാക്കി 500 ഉള്ളത് അവനും കൊണ്ടുപോയി. ഇവിടെ നടക്കുന്ന അതല്ലേ? വിൽക്കുന്നിടത്ത് പോലീസ് കാവൽ, വിറ്റ് കഴിഞ്ഞാൽ അടുത്ത വളവിൽ. കാരണം വിൽക്കുന്നിടത്ത് അടി ഉണ്ടാകാതിരിക്കാൻ കാവൽ നിൽക്കണം, വിറ്റ് കഴിഞ്ഞാൽ അടുത്ത വളവിൽ പോയി ഒളിച്ചിരിക്കണം. ഈ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ ഈ പറയണേ? അല്ലേ? അപ്പോൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് 1200 കയ്യിൽ നിന്ന് പോയപ്പോൾ 3 കിലോ അരി വീട്ടിലെത്തിയതിൻ്റെ പേരാണ് രാഷ്ട്രീയക്കാർ നമ്മളെ പഠിപ്പിച്ച വികസനം. മനസ്സിലായോ? ഇമാതിരി കള്ളന്മാരെ ചിന്തിക്കണം. പൊതുജനത്തെ വെറും കഴുതകളാക്കി മാറ്റുന്ന ഭരണം. അപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതിപ്പോൾ ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കാര്യമാണോ ഇങ്ങനെ? അങ്ങനൊന്നും ആരും ചിന്തിക്കണ്ട. ഇടത് ഭരിച്ചാലും ശരി, നാളെ വലത് ഭരിച്ചാലും ശരി, ഇനി എങ്ങാനും താമര വിരിഞ്ഞാലും ശരി, ഇതിനെയൊക്കെ തൂത്ത് കളയാൻ ചൂല് വന്നാലും ശരി, നമ്മുടെയൊക്കെ ഗതി ഇത് തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു പിണ്ണാക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. മാറി മാറി വരുന്ന കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ഭരണകൂട കോമരങ്ങൾ അവർക്കും അവരുടെ 3-4 തലമുറയ്ക്കും കഴിയാനുള്ളത് ഒപ്പിച്ചു വെച്ചിട്ട് കസേര ഒഴിയണമെന്ന് ചിന്തിക്കുന്ന അല്ലാതെ ഇവിടുത്തെ പൊതുജനത്തെക്കുറിച്ച് ആത്മഭാരം കൊള്ളുന്ന ഭരണാധികാരികളൊന്നും ഇവിടെ ഉണ്ടായിട്ടൊന്നുമില്ല. ഇനി അല്ലെങ്കിൽ ഈ കേൾക്കുന്ന കേൾവിക്കാരൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ആ ഭാഗം വിടാം. ഇന്ന് വരെ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ മക്കൾ തെരുവിൽ രക്തസാക്ഷികളായി ചത്തിട്ടുണ്ടോ? പറ. രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ അമേരിക്ക, UK, USA, ഓസ്ട്രേലിയ, കാനഡയിലൊക്കെ പോയി പഠിക്കുന്നു, നല്ല വീട് മേടിച്ച്, നല്ല കാറ് മേടിച്ച്, നല്ല ജോലി മേടിച്ച് അവർ താമസിക്കുന്നു. നേതാക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് മക്കളെ കാണാൻ ട്രെയിൻ കയറുന്നു, അവർ ഫ്ലൈറ്റ് കയറുന്നു, അവർ മക്കളുമായി ഒരുമിച്ചിരുന്ന് ചിക്കനും മട്ടനും കടിച്ചു പറിക്കുന്ന വീഡിയോ പിടിച്ച് ഫേസ്ബുക്കിൽ യൂട്യൂബിലോട്ടും ഇടുമ്പോൾ ഇങ്ങകലെ കൊച്ചു ഗ്രാമത്തിൽ പെറ്റതള്ളയ്ക്ക് കഞ്ഞി കൊടുക്കാത്തവൻ ലൈക്കും കമൻറ്റ് പഠിച്ച് റോഡിൽ കടന്ന് ചാകുന്നു. ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം? ആരാണ് കരയുന്നത്? 10 മാസം വയറ്റിൽ ചുമന്ന പെറ്റതള്ളയുടെ കണ്ണും തോളി കൈയിട്ട് സ്കൂളിൽ പോയ കൂടപ്പുറപ്പിൻ്റെ കണ്ണുമാണ് ഇവനെ ഓർത്ത് കാലാകാലം കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു വന്ന വിഷയം മദ്യത്തിൽ നിന്ന് ലഹരിയിൽ നിന്നൊക്കെ ഗവൺമെൻറ് രക്ഷിക്കുമെന്നൊന്നും പറഞ്ഞു ചുമ്മാ ചിരിപ്പിക്കരുത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ പറയുന്ന പോലീസ് രക്ഷിക്കട്ടെ. പോലീസിന് മാനസാന്തരപ്പെടുത്തുന്ന വകുപ്പുണ്ടോ? പോക്കറ്റടിക്കാരനെ പിടിച്ച് ജയിലിലേക്ക് അയച്ചാൽ സകല അടവും പഠിച്ച് തികഞ്ഞ കള്ളനായിട്ട് അവൻ പുറത്തു വരുന്നു എന്നതിൻ്റെ അപ്പുറത്ത് ഒരുത്തനെ നന്നാക്കി മാനസാന്തരപ്പെടുത്തി കുഞ്ഞാടാക്കി മാറ്റിക്കൊണ്ടുവരുന്ന ഒരു നിയമ സംവിധാനം എവിടെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ സുവിശേഷ യോഗത്തിന് അന്ന് ഞങ്ങൾ തിരശീലയിടും. അപ്പോൾ ചോദിക്കും, പോലീസിനും ഗവൺമെൻറ്റിനും ഒന്നും നന്നാക്കാൻ പറ്റാത്ത മനുഷ്യരെ നന്നാക്കുന്ന ഉപകരണം വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്നാൽ പിന്നെ റോഡിലോട്ട് ഇറക്കി വെച്ചാൽ ഓരോന്നും ഞങ്ങൾ മേടിച്ച് സഹായിക്കാം. ഉപകരണങ്ങളൊന്നും ഞങ്ങൾ ആരും വിൽപ്പനയ്ക്ക് ഇവിടെ വെച്ചിട്ടില്ല. പിന്നെ എന്താ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഉപകരണങ്ങളൊന്നും ഇല്ലെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ പന്തലിൻ്റെ അകത്തോ ഈ സ്റ്റേജിലേക്കോ ഈ ഗ്രൗണ്ടിലേക്ക് നോക്കിയാൽ കാണാം നല്ല തണ്ടും തടിമെടുക്കൊക്കെ ഉള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇവിടെ വന്നിരിപ്പുണ്ട്. നല്ല ആരോഗ്യമുള്ള മധ്യവയസ്കരും ചെറുപ്പക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അവരാരും ഈ പ്രസംഗം ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയുടെ ഈ കൂട്ടത്തിൻ്റെ പിറകെ ഓടിക്കൂടിയവരൊന്നും അല്ല. അല്ലെങ്കിൽ തന്നെ ഈ പ്രസംഗമൊക്കെ ഇവിടെ ആർക്കാ ഇഷ്ടം? ഇപ്പം ഈ ഗ്രൗണ്ടിൽ ചുംബന സമരമായിരുന്നെങ്കിൽ ഈ പഞ്ചായത്തുള്ള മുഴുവൻ ആളുകൾ ഇവിടെ കണ്ടേനെ. ചുംബിക്കല്ലേ അത് തെറ്റാന്ന് പറഞ്ഞാൽ അവനെ കാലേ വാരി ഭിത്തിയിലടിക്കുന്ന അണ്ണന്മാരുള്ള നാട്ടിൽ ഈ കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പറയുന്ന പ്രസംഗം ഇവിടെ ആർക്കാ ഇഷ്ടം? അങ്ങനെ ഞങ്ങളാരും ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയുടെ പുറകെ വന്നൊന്നുമല്ല. ഒരു കാലത്ത് ഇതേ മദ്യത്തിനും ഇതേ ലഹരിക്കും ഇതേ തിന്മയ്ക്കും ഇതേ തെറ്റുകൾക്കും ഇതേ അധാർമിക പ്രവർത്തികൾക്കും അടിമയായി ജീവിച്ച ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ഇന്ന് അടുത്ത തലമുറയോട് ഈ തെറ്റിലേക്ക് പോകരുത് എന്ന് വിളിച്ചു പറയുവാൻ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച ഒരു സന്ദേശത്തിൻ്റെ വക്താക്കളായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഏതാണ് ആ സന്ദേശമെന്ന് ചോദിച്ചാൽ ഉലക ചരിത്രത്തിൽ ഇന്നയോളം എതിർക്കാൻ ഒരു എതിരാളിയില്ലാതെ, മത്സരിക്കാൻ ഒരു എതിർ സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ ലോകത്തിന്റെ 5 വൻകരകളിൽ മനുഷ്യനെ നന്നാക്കിക്കൊണ്ട് നന്മയിലേക്ക് നയിച്ചും കൊണ്ട് ഇന്നും ജൈത്രയാത്ര തുടരുന്ന ഉലകം കണ്ട ഏക സന്ദേശമുണ്ടെങ്കിൽ അതാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം വിളംബരം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന സന്ദേശം. ഈ സന്ദേശത്തിനാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്. അക്രമത്തിൻ്റെ മാർഗത്താൽ അല്ല, പീഡനത്തിൻ്റെ മാർഗത്താൽ അല്ല, വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല, ഒരു മൊട്ടു സൂചി കൊണ്ടുപോലും കുത്തി നോവിക്കാതെ മനുഷ്യൻ്റെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തിക്കൊണ്ട് നന്മയിലേക്ക് നയിച്ചും കൊണ്ട് ജൈത്രയാത്ര തുടരുന്ന സന്ദേശമാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന സുവിശേഷം. സുവിശേഷം എങ്ങനെയാണ് മനുഷ്യനെ രക്ഷിക്കുന്നതെന്നല്ലേ ആ പ്രധാനപ്പെട്ട ഒരു ചിന്ത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നേരത്തെ ചോദിച്ചല്ലോ, ആദാമ്യ പാപം നിമിത്തം എങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത സകല മനുഷ്യരും പാപികളാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചല്ലോ. അതിനു മുമ്പ് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. നാട്ടിൽ, രാജ്യത്ത്, ലോകത്ത് ഇന്നും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു രോഗം നിലനിൽക്കുന്നുണ്ട്. HIV എന്നാണ് പേര്. എയ്ഡ്സ് എന്ന് പറയും. ഈ HIV എയ്ഡ്സ് രോഗം ബാധിച്ച ഒരു അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞ് ആരായിരിക്കുമെന്ന് പറയാമോ? എയ്ഡ്സ് രോഗിയായിരിക്കും. ഈ ചോരക്കുഞ്ഞ് ചെയ്ത തെറ്റെന്താണെന്ന് പറയാമോ?
ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തുവോ? ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചുവോ? ഈ ചോരക്കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് അറിയാതെ ഷേവ് ചെയ്ത് വന്നിട്ട് രോഗിയായതാണോ? അല്ല. ഈ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആര് ചെയ്തു? അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത അടുത്ത തലമുറ ഒരു ജന്മം അനുഭവിക്കേണ്ടി വരുന്നു. ഇവിടുത്തെ സയൻസിന് എതിർപ്പില്ല, ഡിഗ്രിക്ക് എതിർപ്പില്ല, ശാസ്ത്രത്തിന് എതിർപ്പില്ല, ഇവിടുത്തെ ഒരു ബുദ്ധിജീവികൾക്കും എതിർപ്പില്ല. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം അവർക്ക് പറയാനൊരു മറുപടി ഉണ്ട്. എന്താ മറുപടി? അത് പിന്നെ രക്തത്തിലൂടെ വന്നയല്ലയോ ഉപദേശിന്ന് ആണല്ലോ. അങ്ങനെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ സകല മനുഷ്യരിലേക്കും വന്നു എന്നുള്ളതിന് വേദപുസ്തകം പറയുന്ന ഒരു മറുപടി ഒന്ന് കാതു തുറന്ന് ശ്രദ്ധിച്ചാലും. അപ്പോസ്തലപ്രവൃത്തി 17:26 ഒന്ന് കേൾക്കാം. 17:26 ഒന്ന് ഉറക്കെ വായിച്ചു കൊടുത്താ, മൈക്കിൽ കൊടുന്ന് വായിച്ചു കൊടുത്താട്ടെ. 17:26. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും 26 ഭൂതലത്തിലെങ്ങും അത് തന്നെ 26 17:26 വായിച്ചോ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. നിൽക്കട്ടെ, ശ്രദ്ധിച്ചാട്ടെ. പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി അല്പം കൂടെ ഒന്ന് ലളിതമാക്കി പറയാൻ ആശിക്കുക. ശ്രദ്ധിക്കണം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി എന്നാണ് വായിച്ചത്. അത് ഈ കേൾക്കുന്ന പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി അല്പം കൂടെ ഒന്ന് ലളിതമാക്കാൻ പോവുക. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ അവൻ എന്നൊരു പ്രയോഗമുണ്ട് അവിടെ. അത് ദൈവത്തെ കുറിക്കുന്നു. ഒരുത്തൻ എന്നൊരു പ്രയോഗമുണ്ട്, അത് ആദമിനെ കുറിക്കുന്നു. അങ്ങനെങ്കിൽ ഞാനത് അങ്ങനെ തന്നെ ഒന്ന് വായിക്കാം. ശ്രദ്ധിച്ചേ. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം ആദമിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. വല്ലതും മനസ്സിലായോ? ഈ പുസ്തകത്തിൻ്റെ പ്രഖ്യാപനം 1, ദൈവം ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ. അതുകൊണ്ട് നാട്ടുകാർ മനസ്സിലാക്കിക്കോണം. ഈ ദൈവം എന്ന് പറഞ്ഞാൽ, പടച്ചവനെന്ന് പറഞ്ഞാൽ, സൃഷ്ടാവെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് ഒതുക്കാൻ പറ്റുന്ന പുള്ളിയല്ല ദൈവം. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഇരുത്താൻ പറ്റുന്ന പുള്ളിയല്ല ദൈവം. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് ഒതുങ്ങുന്നവനല്ല ദൈവം. ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് തളച്ചിടാൻ പറ്റുന്നവനല്ല ദൈവം. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ ദൈവം. മനസ്സിലാകുന്നുണ്ടോ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നവനല്ല ദൈവം. മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ഇരിക്കാനും എഴുന്നേൽക്കാനും നടക്കാനും കിടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ലെന്ന് ദൈവം. നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ കേൾക്കും, ശരി സേട്ടാ, അങ്ങനെ ചെയ്യാം സേട്ടാ എന്ന് പറയും. അതുപോലെ കേൾക്കുന്ന ഒന്നല്ല സൃഷ്ടാവായ ദൈവം. പകരം ദൈവം ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനെന്നാ വേദപുസ്തകം പറയുന്നത്. അപ്പോഴടുത്തൊരു ചോദ്യം വരും, എവിടാ പാസ്റ്റർ ഈ ദൈവം കുടിയിരിക്കുന്ന? പറയാവോ? ഒന്ന് പോയി കാണാൻ. എവിടാ കുടിയിരിക്കുന്നത്? 24 വാക്യം വായൊരു പാസ്റ്റർ. 24. ലോകവും അതിലുള്ളതൊക്കെയും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുന്നുണ്ട്. കണ്ടോ? ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ സൃഷ്ടാവ് ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിലൊന്നും വസിക്കുന്നവനല്ല സൃഷ്ടാവായ ദൈവം. മനസ്സിലായോ? മണ്ടന്മാരായ മനുഷ്യന്മാരെ, മനുഷ്യൻ്റെ നിർമ്മിതമായ ഏതെങ്കിലും കെട്ടിടത്തിൽ ദൈവം കുടിയിരിക്കുന്നെങ്കിൽ, ദൈവം വസിക്കുന്നെങ്കിൽ, ഭൂമി കുലുങ്ങി ആ കെട്ടിടം ഒന്ന് പൊളിഞ്ഞു വീഴുമ്പോൾ വിശ്വാസികളെല്ലാം കൂടെ വെളിയിലിറങ്ങി നിന്ന് നെഞ്ചത്തടിച്ച് എന്നാലും എൻ്റെ ദൈവത്തിന് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ടി വരത്തില്ലേ? നോക്ക, ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ അകത്ത് കുടിയിരിക്കുന്നവനല്ല ദൈവം എന്നാണ് വായിച്ചത്. മനസ്സിലായോ? ആമേൻ. ഭൂമിയും ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യൻ്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ല. ഇത് ഈ മനുഷ്യന്മാർക്ക് തലേ കയറുന്നില്ല. വേണ്ട, ഒരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം. 2018 പ്രളയം വന്നോ? വേഗം പറ. വന്നോ? പ്രളയം വന്നോ? വന്ന് പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഒഴുകിപ്പോയി. ചാക്കോച്ചൻ വെളിയിലിറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുക. ചാക്കോച്ചൻ മേലോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ആര് വരുന്നുണ്ട്?
ഹെലികോപ്റ്റർ വരുന്നുണ്ട്, ഒറ്റ വിളി വിളിച്ചു, ഹെലികോപ്റ്റർ ഒന്ന് വേഗം വന്ന് എൻ്റെ വർഗീസിനെ ഒന്ന് രക്ഷിക്കുന്നതാണോ എന്നെ രക്ഷിക്കുന്നതാണോ? സത്യം പറ, സത്യം പറ. എന്നെ രക്ഷിക്കണമെന്നാണ് വിളിച്ചേ. ഹെലികോപ്റ്റർ പാഞ്ഞു വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. 3 ആഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടപ്പുണ്ട്. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് മിനിക്ക് ഷോക്കേഴ്സിൽ കൊണ്ടുവച്ചേച്ച് അതിനോട് പറയുക എന്നെ രക്ഷിക്കണേ എന്ന്. ഇവൻ എന്ന് നേരം വെളുക്കും? നിങ്ങൾ പറ. ഇനിയും മനസ്സിലാകാത്ത മണ്ടന്മാരോട് എന്ത് പറയാനാ? മനസ്സിലാകുന്നുണ്ടോ? ആമേ, പോട്ടെ, അത് പോട്ടെ. ഇവിടെ ഇരിക്കുന്ന പിള്ളേരോട് ഞാൻ ചോദിക്കുക, മക്കളെ, മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാടാ? ഉറക്കപ്പറ, ഉറക്കപ്പറ. ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാടാ? മനുഷ്യൻ. കണ്ടോ, പിള്ളേർക്ക് മനസ്സിലായിട്ടും ഇവിടുത്തെ തലയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല. മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ. അവനാണ് ദൈവത്തെ സൃഷ്ടിക്കുന്നത്. എങ്ങനെ വേണം? ഇരിക്കുന്ന വേണം, നടക്കുന്ന വേണം, കിടക്കുന്ന വേണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം, കളർ വേണം, ലിപ്സ്റ്റിക് ഇട്ട വേണം, ഇടാത്ത വേണം. ആരുണ്ടാക്കി തരും? ഈ പേട്ട് മനുഷ്യൻ. മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഈ പേട്ട് മനുഷ്യനാണ് സൃഷ്ടാവിനെ നിർമ്മിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം സാക്ഷര കേരളത്തിലെ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നില്ല. എന്താ കാരണം? സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇവൻ്റെ അകത്ത് പ്രവേശിച്ച പാപമെന്ന ഇരുട്ട് ഇവൻ്റെ അകത്ത് കുടിയിരിക്കുന്നിടത്തോളം കാലം അവന് ദൈവത്തെ അറിയാൻ കഴിയുന്നില്ല. മനസ്സിലായോ? അപ്പോ ഇവിടെ വായിച്ചേണ്ട, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന്, ആദമിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കിയെന്നാണ് വായിച്ചത്. ഇനി ഒന്നുകൂടെ പറയാം, ക്ലിയറായി കേട്ടോ. ദൈവം കുടിയിരിക്കുന്നത് എവിടെ? കെട്ടിടത്തിലല്ല. പിന്നെ എവിടെയാ ദൈവം കുടിയിരിക്കുന്നത്? ഇന്ന് രാത്രി വേദപുസ്തകം പറയുന്നു, ഹേ മനുഷ്യ, എൻ്റെയും നിൻ്റെയും ഹൃദയമാകുന്ന മന്ദിരത്തിൽ വസിക്കുവാനാണ് സർവശക്തനായ സൃഷ്ടാവ് വാസിക്കുന്നത്. ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് കെട്ടിടങ്ങളല്ല, ഈ ശബ്ദപരിധിയിൽ കേൾക്കപ്പെടുന്ന മനുഷ്യന്മാരെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ ഇന്ന് രാത്രി ദൈവത്തിനായി തുറക്കപ്പെടണം. ആ ഹൃദയത്തിന്റെ അകത്താണ് ദൈവം വസിക്കാൻ ആശിക്കുന്നത്. അപ്പൊ ദൈവം വസിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണെങ്കിൽ, ശ്രദ്ധിച്ചു കേട്ടോ പോയിന്റ്, ദൈവം വസിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണെങ്കിൽ ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം. അപ്പൊ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ് ദൈവം. കുടിയിരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണെങ്കിൽ ഭൂതലത്തിലെങ്ങും ആര് വേണം? മനുഷ്യൻ വേണം. അതിനുവേണ്ടി ഒരുത്തനിൽ നിന്ന്, ആരാ ഒരുത്തൻ? ആദാമെന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനി സൃഷ്ടിച്ചെന്നല്ല, മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരട് കെട്ടിയവനെയും കുടുമ കെട്ടിയവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. ഇതാണ് വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനം. വർഗീയത തൊട്ടു തീണ്ടാത്ത പ്രഖ്യാപനം. കാവിയുടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തത്തിൻ്റെ ഉടമയാണെന്ന് പ്രസ്താവിക്കുന്ന ഈ പുസ്തകമല്ലാതെ ഏത് പുസ്തകമാണ് ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കേണ്ടത്? വർഗീയത ലെവലേശം തീണ്ടിയിട്ടില്ലാത്ത, കാവിയുടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒരു രക്തത്തിൻ്റെ ഉടമയാണെന്ന് പഠിപ്പിക്കുന്ന ഈ പുസ്തകത്തെ പോലൊരു പുസ്തകമല്ലേ എല്ലാ കാലത്തും പ്രസംഗിക്കപ്പെടേണ്ടത്? ഇനി ഷമീറെ, താങ്കളൊരു ആവേശം കൊണ്ടങ്ങ് പറഞ്ഞതാണോ? അല്ല. കാവിയെടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തമാണ്. പിന്നെ സിമ്പിളല്ലേ? നാളെ രാവിലെ 4 ബോട്ടിലെടുക്കുക, 4 മൃഗങ്ങളുടെ രക്തം എടുക്കുക, ആട്, ആന, പോത്ത്, പശു. അടുത്ത മെഡിക്കൽ ലാബിലേക്ക് കൊടുക്കുക. 10 മിനിറ്റ് മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ദേ, ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ഇന്നത്തെ ലാബുകളിലുണ്ട്. വീണ്ടും 4 ബോട്ടിലെടുക്കണം, മറക്കരുത്. ഒന്നിൽ അവിടെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ അടുത്ത ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനിയൊന്നിൽ കത്തോലിക്ക പള്ളിയിൽ അച്ഛൻ്റെ രക്തം, ഇനിയൊന്നിൽ ഞങ്ങളിൽ ഒരു ഉപദേശയുടെ രക്തം. അതേ ലാബിൽ കൊടുക്കണം. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? ദേ, മാറിപ്പോവല്ലേ, മൂല ഇരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി, മേപ്പോട്ട് വെച്ചിട്ടുണ്ട് പള്ളിയിലച്ഛൻ, തരുമോ? തരത്തില്ല. ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കും. പക്ഷേ പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയുന്നത് മനുഷ്യൻ്റെ സമയം മെനക്കെടുത്തരുത്, ഇതെല്ലാം മനുഷ്യൻ്റെ രക്തം, മനുഷ്യൻ്റെ രക്തം, ഒറ്റ രക്തം. അതുകൊണ്ടാണല്ലോ ഇവിടെ രക്തം കൊടുക്കുമ്പോൾ ആർക്കും മസിലില്ലാത്തത്. ഏത് രക്തം കൊടുക്കുമ്പോൾ മസിലുണ്ടോ? പാർട്ടിയുണ്ടോ? ജാതിയുണ്ടോ? ഇല്ല. കൊന്തയും കുരിശും കഴുത്തിലിട്ട ചെറുക്കൻ ബൈക്ക് ഓടിച്ചു പോയി, ടിപ്പറിനടിയിലോട്ട് ചെന്ന് കയറി തല പൊട്ടി, പൊക്കിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാം. ചെറുക്കൻ ക്രിസ്ത്യാനി ചെറുക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് കരഞ്ഞു, എൻ്റെ ഈശോയെ, എൻ്റെ കുഞ്ഞിനാര് ബ്ലഡ് കൊടുക്കും, നിലവിളി. തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാമെന്ന കാവി കൊടുത്ത RSSകാരൻ പറഞ്ഞു, അമ്മ കരയേണ്ട അമ്മ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട വേണ്ട വേണ്ട, നീ BJP അല്ലേ, ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ? പറയൂ. ഇല്ല. അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയി, മനോരമയെ പരസ്യം ചെയ്തു. പരസ്യം കണ്ടു വന്ന ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ കിഡ്നി എനിക്ക് വേണ്ടാന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടോ? പറയുവോ? ഇല്ല. അപ്പോഴാർക്കും മസിലില്ല.
ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ആഹാരമൊക്കെ തിന്ന് തടിച്ചു കൊഴുത്ത് മസിലൊക്കെ അങ്ങോട്ട് പെരുകി, ഇല്ല ജിമ്മിൻ്റെ അകത്ത് പോയി മസിലൊക്കെ ഉരുട്ടി പിടിച്ച് അവിടെ ഇവിടെയൊക്കെ മുഴച്ച് പൊങ്ങി സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ നടക്കുമ്പോൾ അവൻ്റെ ചിന്ത ആരെയും കയറി എന്തും ചെയ്യാവുന്ന. എടാ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ നീ എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും റോഡെ കിടക്കും, വാഴപ്പിണ്ടി പോലെ കിടക്കും. അതുകൊണ്ട് മനുഷ്യനെ ഭയപ്പെട്ടില്ലേലും ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചോണം. മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ രക്തത്തിൻ്റെ ഉടമ, ഒറ്റ രക്തല്ലേ. ഇതുപോലെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ഉലകത്ത് വേറെ ഉണ്ടോ? കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തത്തിൻ്റെ ഉടമ. ഇനി ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞങ്ങൾ ഉപദേശിമാരെ പല ആളുകളും കളിയാക്കാറുണ്ടല്ലേ. ഈ തിരുവനന്തപുരത്തുകാരൊക്കെ കളിയാക്കി പറയും, ഓ യവന്മാർക്കൊരു നാണോ മാനോ ഇല്ലാത്തവന്മാരുടെ ആര്, ഓ ഈ പാസ്റ്റർമാർ തന്നെ, ഓ യവന്മാരെ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും പിന്നെയും വലിഞ്ഞു കയറി വരുമെന്ന്. നാണോ മാനോ ഇല്ലാത്തവന്മാരെന്ന്. സത്യം ഉള്ള തന്നെ, ശരിയല്ലേ പാസ്റ്റർ? സത്യമല്ലേ? ഓ നമ്മൾ നാണോ മാനോ ഇല്ലാത്തവന്മാർ തന്നെ ഓടി നടന്ന് തല്ല് മേടിക്കുന്നു. കൊച്ചു പിള്ളേർ വരെ അങ്ങ് തല്ലുമല്ലേ അല്ലേ? അതെ, നാണോ മാനോ ഇല്ലാത്തവന്മാർ പിന്നെയും വലിഞ്ഞു കയറി വരുന്നത്. സത്യമല്ലേ? ഒരർത്ഥത്തിൽ സത്യമല്ലേ? സത്യ. പക്ഷേ ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾ അടിച്ചാലും ഇടിച്ചാലും ചീത്ത വിളിച്ചാലും പള്ളു വിളിച്ചാലും തള്ളിക്കളഞ്ഞാലും പിന്നെയും നാണം ഇല്ലാതെ വലിഞ്ഞു കയറി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, നീ എൻ്റെ കൂടപ്പുറപ്പാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം ഞങ്ങളുടെ തലച്ചോറിൻ്റെ അകത്ത് തന്നതുകൊണ്ടാണ്. നീ എൻ്റെ കൂടപ്പുറപ്പാണ്. നീ കള്ളു കുടിച്ച് നടക്കുമ്പോൾ, നീ കഞ്ചാവ് പിടിച്ച് നടക്കുമ്പോൾ, നിന്റെ കുടുംബം തകർന്നത് കാണുമ്പോൾ, നീ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞെന്ന് കേൾക്കുമ്പോൾ, നീ കള്ളു കുടിച്ച് തുണിയില്ലാതെ ഓടെ കിടന്നെന്ന് അറിയുമ്പോൾ, നിന്റെ അടുക്കലേക്ക് നാണമില്ലാതെ കയറി വരുന്നത് നീ എൻ്റെ കൂടപ്പിറപ്പാണ്. നീ മരിക്കരുത്, നിന്റെ കുടുംബം തകരരുത്, നീ ആശുപത്രിയിലായത് കേൾക്കുമ്പോൾ നിന്റെ രക്തബന്ധങ്ങൾക്കുണ്ടാകാത്തൊരു പെയിൻ പ്രാർത്ഥിക്കുന്നവന്റെ ഉള്ളിൽ ദൈവം തരുന്നത് കൊണ്ടാണ്. ഉറക്കമൊഴിഞ്ഞ് കൂട്ടിരിക്കാൻ ഒരു ബന്ധമില്ലാത്തവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ ഇറങ്ങിത്തിരിക്കുന്നത് നീ എൻ്റെ കൂടപ്പിറപ്പാണെന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം ഞങ്ങളുടെ തലച്ചോറിൻ്റെ അകത്ത് തന്നതുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ജാതിയും മതമൊന്നും ഇല്ലാത്ത നിമിഷങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുമെന്നല്ലേ മനുഷ്യൻ പഠിക്കേണ്ടത്? അങ്ങനെ പഠിപ്പിക്കാൻ 2 പ്രളയം വന്നിട്ടും പഠിച്ചിട്ടില്ല. നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എൻ്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടി വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വരാന്ന് വിളിച്ചു. എന്നിട്ട് പഠിച്ചോ? പഠിച്ചില്ല. അന്യർ അകത്ത് പ്രവേശിക്കരുത്, പട്ടിയുണ്ട് സൂക്ഷിക്കുക ബോർഡ് വെച്ചു. വെള്ളം അകത്തോട്ട് അരച്ച് കയറിയപ്പോൾ മക്കളും കൊച്ചുമക്കളും വിളിച്ചത് അന്യരെ. അകത്തോട്ട് പപ്പയും മമ്മിയും കുടുങ്ങി കിടക്കുന്നു, അന്യര് കയറി രക്ഷിക്കണമെന്ന്. അപ്പോൾ പട്ടിയൊക്കെ ഒഴുകിപ്പോയെന്ന് അല്ലേ? അന്യര് കയറി പപ്പയും മമ്മിയും രക്ഷിച്ചു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി, മക്കളും കൊച്ചുമക്കളും നാട്ടിൽ തിരിച്ചു വന്ന് മതിലിന് 2 ഘട്ടം കൂടെ പൊക്കിക്കെട്ടി അടുത്ത ബോർഡ് വെച്ചു, അന്യർ അകത്ത് പ്രവേശിക്കരുത്, പുതിയ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന്. ഇനി അടുത്ത പ്രളയം വരണം. പ്രളയം വന്നപ്പോഴോ എന്തൊരു സ്നേഹം! അയ്യോ, ബിരിയാണി ചമ്പിനകത്ത് ഇരുത്തി വലിച്ചോണ്ട് പോകുന്നു, കെട്ടിപ്പിടിച്ച് വലിച്ചോണ്ട് പോകുന്നു, കുനിഞ്ഞു നിന്ന് ചവിട്ടാൻ മുതു കാണിച്ചു കൊടുക്കുന്നു, കയറെ പിടിക്കുന്നു, ഉടുത്തിരുന്ന ലുങ്കി ഉരിഞ്ഞു വീശിക്കൊടുക്കുന്നു. എന്തൊരു സ്നേഹം! ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്നു, ഒരുത്തനും ബെഡ് വേണ്ട, ഒരുത്തനും മെത്ത വേണ്ട, ടാർപോളിൻ്റെ അകത്ത് കിടക്കുന്നു. അപ്പുറത്തവൻ്റെ ലുങ്കി എടുത്ത് ഇപ്പുറത്തവൻ പുതയ്ക്കുന്നു. ജാതി പ്രശ്നമില്ല, മത പ്രശ്നമില്ല, കളർ പോലും പ്രശ്നമില്ല. അവൻ കൊണ്ടുവന്ന പഴങ്കഞ്ഞി ഉണക്കമീനും കൂടെ ഇവൻ തിന്നുന്നു, പ്രശ്നമില്ല. ഇവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങൾ കിടപ്പുണ്ട്, പക്ഷേ ഇപ്പോൾ അച്ചാറേ ഉള്ളൂ, അതും കൂട്ടി അവൻ തിന്നുന്നു, അവന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവും? എന്തൊരു സ്നേഹം! ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും, ദൈവമേ എന്നും പ്രളയമായിരുന്നെങ്കിൽ. മനുഷ്യന്മാരത് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. എന്താ കാര്യം എന്നറിയാമോ? പ്രളയം വന്നപ്പോൾ സ്നേഹിച്ചവന്, അന്ന് പണവും പദവിയും ജാതിയും മതവും വർണ്ണവും കളറും കൊടിയും നോക്കാതെ സ്നേഹിച്ചവന് എന്താണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറിപ്പോയെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, അകത്തിരിക്കുന്ന ഇരുട്ട് മാറിയിട്ടില്ല. അകത്ത് കയറിയ പാപമെന്ന ഇരുട്ട് പുറത്തു പോയാൽ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെ ഒന്നുപോലെ കാണാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ സ്നേഹിക്കാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ കഴിയും. അതിന് ജീവിക്കുന്ന സാക്ഷികളാണ് ഈ പന്തലിരിക്കുന്നവര്. ഈ സ്റ്റേജിൻ്റെ അകത്തേക്ക് ഇപ്പൊ കാവി എടുത്തോ ചരട് കെട്ടിയോ തൊപ്പിയിട്ടോ ഒരുത്തൻ കയറി വന്നാൽ ഉറപ്പിച്ചും തറപ്പിച്ചും ഈ ലൈവിനകത്തൂടെ പറയാം, ഈ നിരന്നിരിക്കുന്ന ഉപദേശിമാരെല്ലാം അവനെ ആദ്യം വിളിക്കുന്നത് എന്തായിരിക്കും? നിങ്ങൾ പറ. ബ്രദർ, സഹോദര. അങ്ങനെ വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയായിട്ടാണ് സുവിശേഷം ഞങ്ങൾക്ക് വരുത്തിയ മാറ്റം. അല്ലാതെ ഞങ്ങളുടെ പേരും മതവും സർട്ടിഫിക്കറ്റും ഒന്നും മാറിയിട്ടില്ല. ചില ആളുകൾ ചോദിക്കും, ഇപ്പോഴും എന്തിനാ ഷമീർ എന്ന് പേര് വെച്ചേക്കുന്നതെന്ന്. പേര് മാറാത്തതുകൊണ്ട്, മതം മാറാത്തതുകൊണ്ട്, സർട്ടിഫിക്കറ്റ് തിരുത്താത്തതുകൊണ്ട്. പിന്നെ മാറ്റം വന്ന എവിടാ? മാറ്റം വന്നത് തലച്ചോറിനാ. ഇന്നലെ വരെ ജാതിയും മതവും വർണ്ണവും വർഗവും തരംതിരിച്ച് സ്നേഹിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് കാവ്യെടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തത്തിൻ്റെ ഉടമയാണെന്നും കൂടപ്പിറപ്പാണെന്നും കണ്ട് സ്നേഹിക്കാനുള്ള ഒരു തലച്ചോറാണ് സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. ആ മാറ്റമാണ് ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും വരേണ്ടുന്ന മാറ്റം. മതം മാറിയിട്ടും പേര് മാറിയിട്ടും കാര്യമില്ല. എങ്ങനെയാണ് ആ മാറ്റം സാധ്യമാവുക?
അകത്തേക്ക് പ്രവേശിച്ച പാപമെന്ന ഇരുട്ട് പുറത്തു പോകണം. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞത്, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് ആദാമ്യ പാപം സകല മനുഷ്യരിലേക്കും വന്നു. അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ കുറഞ്ഞ പക്ഷം ഇന്ന് ഇവിടുത്തെ സർക്കാർ ജയിലുകളിൽ ക്രിസ്ത്യൻ പേരുള്ളവർ മാത്രമേ കാണാൻ പാടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണോ? അല്ല. നാരായണൻകുട്ടിയും ജയിലിൻ്റെ അകത്തുണ്ട്, തോമസ് കുട്ടിയും ജയിലിൻ്റെ അകത്തുണ്ട്, മുഹമ്മദ് കുട്ടിയുണ്ട്. അപ്പം പാപം വ്യത്യാസമില്ലാതെ സകല മനുഷ്യരിലേക്കും പ്രവേശിച്ചു. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞ ഏകനാൽ പാപവും പാപത്താൽ മരണം ലോകത്തിൽ പ്രവേശിച്ചു. ഞാൻ വേഗത്തിലോടി വരാം. പാപമെന്ന ഇരുട്ട് മനുഷ്യൻ്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം വേദപുസ്തകം വ്യക്തമാക്കി. എന്താ ഏറ്റവും വലിയ ദുരന്തം? അവൻ സ്രഷ്ടാവിനെ മറന്നു, സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ, സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു വിടാം. റോമർ 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും ഒരു സൃഷ്ടാവുണ്ട് എന്നറിഞ്ഞിട്ടും അവന് ദൈവമെന്ന് ഓർത്ത് മഹത്വം കൊടുക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ടവർ മൂഢരായിപ്പോയി. അടുത്ത വാക്ക് ശ്രദ്ധിച്ചു കേട്ടോ ദേശമേ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. മനുഷ്യന്റെ ഹൃദയം ഇരുണ്ടുപോയപ്പോൾ, പാപമെന്ന ഇരുട്ട് അകത്ത് കയറിയപ്പോൾ മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് പങ്കുവച്ചു. ആർക്കൊക്കെ? മനുഷ്യന് മഹത്വം കൊടുത്തു. അപ്പൊ ഇവിടെ ആൾ ദൈവങ്ങളുണ്ടായി. സൃഷ്ടിക്ക് മനുഷ്യൻ, അത് കഴിഞ്ഞ് പക്ഷി, അടുത്തത് നാൽക്കാലി, അടുത്തത് ഇഴജാതി എന്നിവയ്ക്ക് മഹത്വം കൊടുത്തു. ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി 4നെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? നാൽക്കാലി കുതിര, മേലെ മനുഷ്യൻ, കീഴെ ഇഴജാതി. ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയാൽ ഇഴജാതിക്ക് 2 ചിറകും കൂടെ വരച്ചു വെച്ചിട്ടുണ്ട്. 4നെയും കൂടെ ഒരു കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുക്കുക. പേര് ക്രിസ്ത്യാനി. നാണമുണ്ടോ? ഇവിടെ പറയുന്നു, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമായി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. പാപത്തിൽ നിന്ന് പാപത്തിന്റെ പടുകുഴിയിലേക്ക് മനുഷ്യൻ വീണുപോയപ്പോൾ ഒരു മോക്ഷത്തിനായി മനുഷ്യൻ കൊതിച്ചു. ഒരു മോക്ഷത്തിനായി മനുഷ്യൻ ആശിച്ചു. മോക്ഷത്തിനായി അവൻ അലഞ്ഞു. മോക്ഷം തേടി അവൻ പ്രാർത്ഥിച്ചു. നിരവധി പ്രാർത്ഥനാ സൂക്തങ്ങൾ കുറിക്കപ്പെട്ടു, പുരാണങ്ങളിൽ കുറിച്ചു വച്ചു. അസതോമാം സദ്ഗമയ എന്നും തമസോമാം ജ്യോതിർഗമയ എന്നും മൃത്യോമാം അമൃതംഗമയ എന്നും കുറിക്കപ്പെട്ടു. എന്താണ് അർത്ഥം? അസത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കൂ ഭഗവനെന്നും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവനെന്നും, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കൂ ഭഗവനെന്നും കുറിക്കപ്പെട്ടു. പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ ഒരു വെളിച്ചത്തിനായി മനുഷ്യൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇസ്ലാമിക സൗരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, ഖുർആന് സമീപമായി അവർ സ്നേഹിക്കുന്ന സ്വഹീഹായ ഹദീസുകളുണ്ട്. ഹദീസുകളിൽ പ്രവാചകന്മാരുടെ ദിനചര്യകളും പ്രാർത്ഥനാ സൂക്തങ്ങളുമുണ്ട്. ഇമാം മുസ്ലിം കുറിച്ച് വച്ചിരിക്കുന്നു, ദിവസേന 100 പ്രാവശ്യമെങ്കിലും ഞാൻ രക്ഷിതാവിങ്കലേക്ക് പാപമോചനം തേടി തിരിയുന്നു. ഇമാം മുസ്ലിം തൻ്റെ ഹദീസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദിവസേന 100 പ്രാവശ്യമെങ്കിലും ഞാൻ മോക്ഷത്തിനായി രക്ഷിതാവിങ്കലേക്ക് തിരിയുന്നു. മറ്റൊരു പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം ഇങ്ങനെ കുറിച്ച് വെച്ചു: റബ്ബിൽ ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ. പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം ഹദീസുകളിൽ കുറിക്കപ്പെട്ടു. ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ പറയും, പൗലോസ്ലീഹ രേഖപ്പെടുത്തി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ വിളിച്ചു പറഞ്ഞു, മനുഷ്യൻ പാപിയാണ്, പാപത്തിൽ നിന്ന് അവനൊരു മോചനം ആവശ്യമാണ്. ഒരു മോക്ഷം തേടി അവൻ അലഞ്ഞു, കിട്ടിയില്ല. പ്രാർത്ഥനാ സൂക്തങ്ങളായി നിലവിളിച്ചു, കിട്ടിയില്ല. നേർച്ച കാഴ്ചകൾ നടത്തി, കിട്ടിയില്ല. തീർത്ഥയാത്രകൾ നടത്തി, കിട്ടിയില്ല. പുണ്യകർമ്മ ക്രിയാദികൾ നടത്തി, കിട്ടിയില്ല. എന്തിനധികം പറയുന്നു, മോക്ഷം തേടി, ഈശ്വര കടാക്ഷം തേടി ഈ പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു പച്ച മനുഷ്യനെ വെട്ടി നുറുക്കി നരബലി നടത്തി നോക്കി. കിട്ടിയോ മോക്ഷം? കിട്ടിയോ? കിട്ടിയില്ല. അകത്ത് കിടന്ന് ഉണ്ട തിന്നുന്നു. ഇപ്പൊ ഉണ്ടയില്ല, ചപ്പാത്തിയാണ് തിന്നുന്നു. ഏതായാലും സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ പറഞ്ഞ പാപത്തിൽ നിന്ന് മോക്ഷം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചപ്പോൾ സകല മനുഷ്യന്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്ന് ലോകത്തോട് വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്രയും രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു.
അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ, തെറ്റിന്റെ, ഇരുട്ടിന്റെ, തിന്മയുടെ പടുകുടിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ, വെളിച്ചത്തിലേക്ക് നയിക്കാൻ, നന്മയിലേക്ക് നടക്കാൻ, നന്നായി ജീവിക്കാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഈ ക്ഷുതിയിൽ ഇല്ലവേ ഇല്ല. അതാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന സുവിശേഷം. ഇത് പറയാനാ ദൈവം അയച്ചത്, ഇത് പറയാനാ സുവിശേഷം. ഇത് പറഞ്ഞില്ലേ പിന്നെന്തിന് സുവിശേഷം? മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷ പ്രാപിപ്പാൻ ഏകനാമം യേശുക്രിസ്തു. ലോകത്തിന്റെ വെളിച്ചമായ യേശുക്രിസ്തുവിനായി ഈ ശബ്ദപരിധിയിൽ ഇരിക്കുന്ന നിൽക്കുന്ന നിപ്പിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിന്റെ വാതിൽ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തുവിന് വേണ്ടി തുറക്കപ്പെട്ടാൽ, ജാതി ചോദിക്കാതെ, മതം ചോദിക്കാതെ, നിറം ചോദിക്കാതെ, പേര് ചോദിക്കാതെ, സർട്ടിഫിക്കറ്റ് തിരുത്താതെ, ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, സൗജന്യമായി ഇതിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പറിച്ചെടുത്ത് പുറത്തെറിഞ്ഞിട്ട് സൗജന്യമായി പാപമോചനവും മാനസാന്തരവും പാപമോചനവും നിത്യരക്ഷയും നിത്യജീവനും നൽകുന്ന ഉലകം കണ്ട ഏക സന്ദേശം അതത്രേ സുവിശേഷം. അങ്ങനെങ്കിൽ ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ 2002 ഷമീർ അബ്ദുൽ സലാം ഹൃദയത്തിൻ്റെ വാതിൽ യേശുക്രിസ്തുവിനായി തുറന്നു കൊടുത്തപ്പോൾ പേര് മാറിയില്ല, സർട്ടിഫിക്കറ്റ് മാറിയില്ല, മതം തിരുത്തപ്പെട്ടില്ല. മാറ്റം വന്നത് ഇന്നലെ വരെ ജീവിച്ച ജീവിതത്തിൻ്റെ ചരിത്രം മാറി. ഇതുപോലുള്ള സന്ധ്യായാമങ്ങളിൽ കൂട്ടുകാരുമായി കവലയിൽ ഒത്തുകൂടുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് പിരിവിടളിയ, കുപ്പിയെടുക്കാമെന്ന്. ഷെയറിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ചും ആളില്ലാത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി പൊറോട്ടയും ഇറച്ചിയും കുപ്പിയും പൊട്ടിച്ച് പാട്ടും കൂത്തും ഗാനമേള നടത്തിയും അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പ് തോറും അടിയുണ്ടാക്കി നടന്ന ഭൂതകാലത്തിൻ്റെ നടുവിൽ നിന്ന് ഇന്ന് ഈ കഴിഞ്ഞ 23 വർഷമായി ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച ഒരു സന്ദേശമുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞാൻ വിളംബരം ചെയ്യുന്ന സുവിശേഷത്തിന് മാത്രം സാധിക്കുന്ന കാര്യം. സുവിശേഷത്തിനല്ലാതെ മറ്റൊന്നിനും അത് സാധ്യമാവുകയില്ല. ആ കാലഘട്ടത്തിൽ കള്ളുകുടിച്ച് കൂട്ടുകാരുമായി പാക്കും പാൻപരാഗം ചവച്ച് ലുങ്കിയും മടക്കി കുത്തി കവലയിലൂടെ പോകുമ്പോൾ അതാരാ പോകുന്നവൻ ഏതാ എന്ന് ചോദിച്ചാൽ, അതില്ല സലാമിൻ്റെ മോനെ, ഏത് ജമീലയുടെ മോനെ എന്ന് പുച്ഛിച്ചു പറഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് മാന്യമായ വസ്ത്രം ധരിച്ച് വാഹനത്തിൽ ചെന്നിറങ്ങുമ്പോൾ കുറഞ്ഞ പക്ഷം നാട്ടിലെ തടിമിടുക്കുള്ള ചെക്കന്മാർ ആ മുണ്ടിൻ്റെ മടിക്കൊത്തെങ്കിലും ഒക്കെ ഒന്ന് അഴിച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന നിലയിൽ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ചൊരു സന്ദേശമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണെങ്കിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുക്രിസ്തു. അങ്ങനെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ വാതിൽ യേശുക്രിസ്തുവിനായി തുറന്നു കൊടുത്തുകൊണ്ട് പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി എനിക്കും നിനക്കും പകരമായി ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമായി മാറിയ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, താമസമിനാ വേഗത്തിൽ വരുമെന്ന് അരുളി ചെയ്ത ആ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ ഈ സന്ദേശം ഈ ദേശത്തിന് ഉപകാരമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനത്തെ കുത്തുമിടുവാൻ ആശിക്കുകയാണ്.